ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് എന്തായാലും ഓർമ്മയുണ്ടല്ലോ, സെക്കൻഡറി തിങ്കിങ് ആയിരുന്നു അല്ലേ? ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, എന്നാൽ ബാക്കിയുടെ പറയാം. സെക്കൻഡറി തിങ്കിങ് പഠിക്കുമ്പോൾ നമ്മൾ സെക്കൻഡറി തിങ്കിങ് ഡൈക്കോട്ട് മാത്രം പഠിച്ചാൽ മതി. ഡൈക്കോട്ട് സ്റ്റെമ്മിനും ഡൈക്കോട്ട് കൂട്ടും, മോണോക്കോട്ടിനും സെക്കൻഡറി തിങ്കിങ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കണം. അപ്പം അതിന്റെ തുടക്കം നിലയിൽ ഒരു ചെറിയൊരു ഡയഗ്രാം വരച്ചിട്ട് ഞാൻ രണ്ടര ക്യാമ്പിയോ ഒക്കെ പരിചയപ്പെടുത്തിയിരുന്നു. എന്തൊക്കെയാണ്? വെസ്കുലാർ ക്യാമ്പിയോ, ഇന്റർവെസ്കുലാർ ക്യാമ്പിയോ, അതിൽ ഒന്നുണ്ടാകുന്ന വാസ്കുലാർ ക്യാമ്പിയോ അഥവാ ക്യാമ്പിയൽ റിംഗ് അല്ലെ? അതൊന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മളൊരു പ്രൈമറി സ്ട്രക്ചർ സ്റ്റെമ്മാണിത്. പിന്നെ അത് കുറച്ച് താഴ്ത്തുമ്പോഴത്തേക്ക് സെക്കൻഡറി തിക്കിൻ തുടങ്ങുന്നു. അപ്പൊ സെക്കൻഡറി തിക്കിൻ തുടങ്ങുമ്പോഴായിരിക്കും അതിനകത്ത് ലാറ്റർ ദൃശ്യം ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ സ്ട്രക്ചർ അല്ല ഇവിടുത്തെ സ്ട്രക്ചർ നമുക്കറിയാം, കാരണം ഇവിടെ ലാറ്റർ ദൃശ്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാകുന്നത്? അതിനാൽ നമ്മൾ സെക്കൻഡറി തിങ്കിങ് എന്താണെന്ന് രീതിയിൽ പഠിക്കുന്നു. അപ്പൊ അതിന് പ്രൈമറി സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ദിവസം വരച്ചിരുന്നു. പ്രൈമറി സ്ട്രക്ചർ പഠിച്ചു, ഡൈക്കോട്ട് ശ്രമിക്കുന്നത് അല്ലെ? നോക്കിയോ, അതിനകത്ത് എപ്പിഡെർമിസ്, ഇത് കോർട്ടക്സ്, എൻഡോഡെർമിസ്. അത് കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂമറസ് വാസ്കുലാർ ബണ്ടിൽസ് സീൻ ആസ് റിംഗ് പോലെ കാണപ്പെടുന്നതാണ്. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മാണ് പഠിക്കുന്നത്. ഡൈക്കോട്ട് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാസ്കുലാർ ബണ്ടിലകത്ത് നിർബന്ധമായി കാണുന്ന ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, ഒരു ക്യാമ്പിയം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാസ്കുലാർ ബണ്ടിൽസ് എല്ലാം ഓപ്പൺ ആണ്. ഈ ക്യാമ്പിയൽ റിംഗിന് ഇതിനകത്ത് പറഞ്ഞ ക്യാമ്പിയൽ ടിഷ്യൂവിന് പേരുണ്ട്. ക്യാമ്പിയം ആണെങ്കിൽ അതിന് ഫസിക്കുലാർ എന്ന് അഥവാ ഇൻട്രാഫസിക്കുലാർ എന്ന് വിളിക്കും. ഫസിക്കുലാർ ഇൻട്രാഫസിക്കുലാർ ക്യാമ്പിയം. ഫസിക്കുലാർ എന്നാലും ഈ പുസ്തകത്തിനകത്തില്ല. ഇൻട്രാ എന്ന് വെച്ചാൽ ഇൻസൈഡ് എന്നർത്ഥം. ഇൻസൈഡ് നിങ്ങളുടെ ഇന്റർനാഷണലും ഇൻട്രാനാഷണലും ഗെയിമുകളുണ്ട് അല്ലെ? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനിലുള്ള ക്രിക്കറ്റ് കളിയാണ് ഇന്റർനാഷണൽ ഗെയിമാണ്. സോ ഇന്ത്യക്കകത്ത് കേരളം തമിഴ്നാട് കളിക്കുമ്പോൾ ഇൻട്രാനാഷണൽ. ഇൻട്രാ എന്ന് വെച്ചാൽ ഇൻസൈഡ് എന്നർത്ഥം. അപ്പൊ ഈ ക്യാമ്പിയന്റെ ഉള്ളിൽ കാണപ്പെടുന്നു, വാസ്കുലറിന്റെ ഉള്ളിൽ കാണപ്പെടുന്നു. സോ ഇറ്റ്സ് കാൾഡ് ഇൻട്രാഫസ്കുലർ ക്യാമ്പിയം. വാസ്കുലറിന്റെ കാര്യം പറയുമ്പോൾ ഓർക്കണം, ഇത് സൈലവും ഇത് ഫ്ലോയുമാണ്. അപ്പൊ പുറത്തുള്ള എല്ലാ ഫ്ലോയുമാണ്, അകത്തെല്ലാം തന്നെ സൈലം. ഞാൻ കഴിഞ്ഞ ദിവസം വരച്ചതാണ്. ഇനി ഒന്നാമത്തെ ഘട്ടത്തിൽ ഇപ്പൊ സ്റ്റീലിനുള്ളിൽ ഒരു സെക്കൻഡറി ആണ് ആദ്യം നടക്കുന്നത് ഞാൻ പറഞ്ഞു. അതിനുശേഷം പുറത്തോട്ട് നടക്കും. സ്റ്റീലിനുള്ളിൽ നടക്കുന്നത് നമ്മൾ സ്റ്റീലാർ സെക്കൻഡറി തിങ്കിങ് എന്നും പുറത്തിറങ്ങുന്ന എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിങ്കിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു. നമ്മൾ ആദ്യമേ സ്റ്റീലാർ സെക്കൻഡറി തിങ്കിങ് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യത്യാസം പുസ്തകത്തിനകത്തില്ല, എങ്കിലും പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇത് പറയാം. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നതാണ് സ്റ്റീലാർ സെക്കൻഡറി തിങ്കിങ്. സ്റ്റീലാർ സെക്കൻഡറി തിങ്കിങ്. ഇനി ഇത് പിത്താണെന്ന് അറിയാം. ഇതിൽ പോകുന്ന ടിഷ്യൂനെ പിത്ത് റേസ് എന്ന് വിളിക്കും. പിത്തിൽ നിന്ന് പോകുന്ന റേസ്, പിത്ത് റേസ്. പിത്തിൽ മെഡില്ല എന്ന് വിളിക്കുകയാണെങ്കിൽ അതിന് മെഡിലറി റേസ് എന്ന് വിളിക്കാം. മെഡിലറി റേസ് എന്ന വാക്കാണ് പുസ്തകത്തിൽ ഉപയോഗിക്കാം. അപ്പൊ ഇത് പാരങ്കൈമയാണ്. ഇതൊക്കെ പാരങ്കൈമ ടിഷ്യൂ ആണ്. അപ്പൊ ഈ പാരങ്കൈമ സംഭവിക്കാൻ അറിയാം, ഈ ക്യാമ്പിയത്തിന് ഇടയിലുള്ള പാരങ്കൈമാറ്റസ് ടിഷ്യൂ മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. അപ്പൊ അത് എന്താണ്? സെക്കൻഡറി മെരിസ്റ്റം അല്ലെ? ദാറ്റ് ഈസ് മെരിസ്റ്റം ഡെവലപ്ഡ് ഫ്രം പെർമനന്റ് ടിഷ്യൂ. അതിന് വേറെ പേരെടുക്കും. ഇന്റർഫസിക്കുലാർ. ഇന്റർഫസിക്കുലാർ ക്യാമ്പിയം. ഇന്റർഫസിക്കുലാർ ക്യാമ്പിയം. അപ്പൊ ഇത് രണ്ടുകൂടെ ചേർന്ന് എന്തായി? ഒരു റിംഗ് ആയി. ആ റിംഗിനാണ് ക്യാമ്പിയൽ റിംഗ് അഥവാ വാസ്കുലാർ ക്യാമ്പിയം. അതാണ് ശരിക്കുള്ള പേര്, വാസ്കുലാർ ക്യാമ്പിയം. നമ്മളോട് പഠിക്കുന്നത് സ്റ്റീലാർ സെക്കൻഡറി എങ്ങനെയാണ് വാസ്കുലാർ ക്യാമ്പിയം ഉണ്ടാകുന്നത് എന്നാണ് പഠിക്കുന്നത്. How vascular cambiums are produced. Okay. വാസ്കുലാർ ക്യാമ്പിയം. ഇനി വാസ്കുലാർ ക്യാമ്പിയത്തിനകത്ത് എന്താ നടക്കുന്നത് പറയാം. അപ്പോൾ വാസ്കുലാർ ക്യാമ്പിയം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഇറ്റ് ക്യാൻ ഡിവൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ സെൽസ് ബിക്കോസ് ക്യാമ്പിയം ഈസ് എ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പൊ ഈ വാസ്കുലാർ ക്യാമ്പിയം ഒരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഇതാ നോക്കണം, ഇതില് പ്രൈമറി മെരിസ്റ്റം ഉണ്ട്, സെക്കൻഡറി മെരിസ്റ്റം ഉണ്ട്. കാരണം ഈ ഫസിക്കുലാർ ക്യാമ്പിയം അഥവാ ഇൻട്രാഫസിക്കുലർ ക്യാമ്പിയം ആൾറെഡി ഇതിനകത്ത് ഉണ്ടോ അല്ലെ? അത് പ്രൈമറി ഇൻ ഒറിജിൻ. അപ്പൊ അത് എന്താണ്? എൻഡർസെല്ലിൽ ചോദിക്കുന്നത്, ഗോഡക്സിനെ ചോദിക്കില്ല. ഇത് പ്രൈമറി മെരിസ്റ്റമാണ്. പക്ഷെ ഇതിപ്പോ പാരങ്കൈമ ഉണ്ടായിരുന്നു. സോ ദർ ഈസ് എ സെക്കൻഡറി മെരിസ്റ്റം. എൻഡർസെൽ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ക്യാമ്പിയം ഇതിനകത്ത് പ്രൈമറി മെരിസ്റ്റം ഉണ്ട്, സെക്കൻഡറി മെരിസ്റ്റം ഉണ്ട്. ശരിയാണ്, പുസ്തകത്തിൽ പറയുന്നില്ല, ഞാൻ പറയാണ്. ഇനി
ഈ ക്യാമ്പ് റിങ്ങിന്റെ അകത്ത് എന്താണ്? ക്യാമ്പ് റിങ്ങിന്റെ അകത്തല്ല സൈലം, പുറത്തല്ല ഫ്ലോയം. സംശയമൊന്നുമില്ലല്ലോ. ഈ ക്യാമ്പ് റിംഗ് മെരിസ്റ്റമാറ്റിക് ആണെന്ന് പറഞ്ഞു. ഇനി എന്ത് സംഭവിക്കും അതാ പറയാത്തത്. ഇനി സംഭവിക്കുന്നത്, ഞാൻ ഇത് വായിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റുമായിരിക്കും. ഇതങ്ങ് വായിച്ചു. Endodermis is there, cortex is there, epidermis is there. ഇത് ക്യാമ്പിയർ റിംഗ് ആണ്. ഇതിന് പുറത്തെന്താണ്? ഫ്ലോയം, അകത്തെന്താണ്? സൈലം അല്ലെ? പുറത്തുള്ള ഫ്ലോയം പ്രൈമറി ഫ്ലോയം ആണ്, അകത്തുള്ള ഫ്ലോയം, അകത്തുള്ള സൈലം പ്രൈമറി സൈലമാണ്. കാരണം ആദ്യമേ ഉണ്ടായിട്ടുള്ളതാണ് അല്ലെ? ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ക്യാമ്പിയർ റിംഗിൽ നിന്നും അകത്തേക്ക് പുതിയ പുതിയ സൈലം ഉണ്ടാകും. കാരണം സൈലം ആണല്ലോ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അകത്തേക്ക് പുതിയ സൈലം. ഞാൻ വായിക്കുകയാണ്. ന്യൂ സൈലംസ് ആർ പ്രൊഡ്യൂസ്ഡ് ടുവേർഡ്സ് ഇൻസൈഡ്. അകത്തേക്ക് പുതിയ സൈലം ഉണ്ടാകും. ഇത്രയും ഭാവം പുതിയതായിട്ടുണ്ടായ സൈലം. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഈ സൈലത്തിന് സംഭവിക്കും, ഇവിടുന്ന് അങ്ങോട്ട് തള്ളുക അല്ലെ? തള്ളി പോകുമ്പോ ഇത് അകത്തോട്ട് ഇതെല്ലാം നടുക്കോട്ട് വന്നോണ്ടിരിക്കും. ശരിയല്ലേ? സോ ഇപ്പൊ ഉണ്ടായ സൈലത്തെ വിളിക്കുന്ന പേര് സെക്കൻഡറി സൈലം. അപ്പൊ പ്രൈമറി സൈലത്തിന് സംഭവിക്കുന്നു, ദാറ്റ് മൂവ് ടുവേർഡ്സ് ദ സെന്റർ. അത് നടുക്കോട്ട് നീങ്ങുന്നു. പ്രൈമറി സൈലം അല്ല, നടുക്കോട്ട്. ആണ് ഈ സൈലം അല്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് പുതിയ സെൽസ് ഇങ്ങോട്ട് അകത്തോട്ട് വരുമല്ലേ? അപ്പൊ ഇയാൾ നടുക്കോട്ട് പോകും. ശരിയല്ലേ? അതേപോലെ ഈ ക്യാമ്പിയൻ ഡിവൈഡിംഗ് സെൽസ് ആണ്. അത് പുറത്തോട്ട് എന്തുണ്ടാക്കും? ഫ്ലോയം അല്ലേ ഇരിക്കും. അപ്പൊ പുറത്തോട്ട് പുതിയ ഫ്ലോയത്തെ ഉണ്ടാകും. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ന്യൂ ഫ്ലോയം ടുവേർഡ്സ് ഔട്ട്സൈഡ്. കണ്ടോ? പുറത്തേക്ക് പുതിയ ഫ്ലോയത്തെ ഉണ്ടാകും. ഇങ്ങനെ പുറത്തോട്ട്. ഇപ്പൊ പുറത്തേക്ക് ഉണ്ടായ ഫ്ലോയം. അപ്പൊ ആദ്യം ഫ്ലോയം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും അല്ലെ? ദ ഫ്ലോയം വിൽ ബി മൂവിംഗ് ടുവേർഡ്സ് ദ പെരിഫറി. പ്രൈമറി ഫ്ലോയം പുറത്തേക്ക് പോകും. അപ്പൊ ഇതിനെ ഞാൻ പ്രൈമറി ഫ്ലോയം, ഇതിനെ എന്ത് വിളിക്കണം? പ്രൈമറി സൈലം. ഇപ്പൊ ഉണ്ടായ പുതിയ സൈലത്തെ എന്ന് വിളിക്കണം സെക്കൻഡറി സൈലം. ഇപ്പൊ ഉണ്ടായ പുതിയ ഫ്ലോയത്തെ സെക്കൻഡറി ഫ്ലോയം എന്ന് വിളിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം. അപ്പൊ ഇത് പറഞ്ഞത് the vascular cambium or cambium ring is a meristematic tissue. Now it began to produce new xylem towards inside and produce new phloem towards outside. The new xylem produced towards inside is called the secondary xylem, so that the primary xylem will move towards the center. And the cambium ring produces new phloem towards outside called the secondary phloem, so that the primary phloem is moving towards the periphery. അല്ലെ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ബെഞ്ചിനകത്ത് ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നു, ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നു. ഇതിന്റെ അടിയിൽ കൂടെ ഒരു 3 കുട്ടി ഇവിടെ വന്ന് കയറി ഇരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവർ രണ്ടും ഇയാൾ അകത്തോട്ടും പോകും, ഇയാൾ പുറത്തോട്ടും പോകും അല്ലെ? ഇതേപോലെ സംഭവിക്കുന്നു. പുതിയൊരു ടിഷ്യൂ കൂടെ വരുമ്പോൾ ഇവിടെ നിന്നുള്ള ടിഷ്യൂ ഇങ്ങോട്ട് തള്ളപ്പെടും, ഇത് അങ്ങോട്ട്. ശരിയല്ലേ? ഇത്ര നേരം പറഞ്ഞ ഒന്നുകൂടെ പറയുന്നു. The cambial ring or vascular cambium is meristematic in nature. It produces new xylem towards inside called secondary xylem, so that the primary phloem get displaced towards the center. Centerലേക്ക് പോകും. And the cambial ring produces new phloem towards outside called the secondary phloem, so that the primary phloem is displaced towards the periphery. പുറത്തേക്ക് തള്ളപ്പെടും. ഇത്ര വർഷം ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുവരെ പുതിയ സെൽസ് ഉണ്ട്. ഞാനത് കാര്യം പറയട്ടെ, ഈ പുതിയ സൈലത്തിനകത്ത് നിങ്ങൾ മെറ്റാസൈലം, പ്രോട്ടോസൈലം അങ്ങനെയൊന്നുമില്ല. അത് ഫ്ലോയത്തിനകത്ത് മെറ്റാഫ്ലോയം, പ്രോട്ടോഫ്ലോയം എന്നൊന്നുമില്ല. സൈലം വെസൽസ് ചേർത്ത് കിടക്കും. എക്സാർച്ച് എൻഡർ കണ്ടീഷൻ ഒന്നും അതിനകത്ത് കാണില്ല. മനസ്സിലായല്ലോ? ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുറച്ച് ഡയഗ്രാമാറ്റിക് ഫിഗർ ഒക്കെ ഞാൻ ഇൻസൈറ്റ് കാണുന്നത് ശ്രദ്ധിച്ചോ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഫലമായിട്ട് എന്ത് സംഭവിക്കും? കൂടുതൽ ഉണ്ടാകുന്നത് നടുക്കോട്ട് വന്ന് കൂടുതൽ സെക്കൻഡറി സൈലം ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രൈമറി സൈലെല്ലാം ഇങ്ങനെ നടുക്കോട്ട് വന്ന് ഞെരിഞ്ഞ് ഇല്ലാതെയായി. It will get crushed and become functionless. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഈ സൈലൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ കണ്ടക്ഷൻ ആര് ചെയ്യും?
സൈലം നശിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സൈലം വന്നിട്ടുണ്ട്. അതിൽ വരുന്നതാണ് സെക്കൻഡറി സൈലം അല്ലേ? ആ ജോലി അയാൾ ഏറ്റെടുത്തോളൂ. മനസ്സിലായോ? ഇങ്ങനെ പ്രൈമറി സൈലം നടുക്കുന്ന ഞെരുങ്ങി ഇല്ലാതാവുന്നതോടുകൂടി, വിത്തൊക്കെ ഇല്ലാതാവുന്നതോടുകൂടി, അവിടെ എല്ലാം വന്ന് പുതിയ സൈലം എന്ന് അറിയുന്നതോടുകൂടി the conduction activity handed over to the secondary xylem. Secondary xylem ആ ജോലി ഏറ്റെടുക്കും. അതേപോലെ ഈ ഇതിന്റെ തള്ളൽ കൊണ്ട്, സെക്കൻഡറി ഫ്ലോയത്തിന്റെ തള്ളൽ കൊണ്ട് പ്രൈമറി ഫ്ലോയും പുറത്തേക്ക് പോയി 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 ഈ എൻഡോഡെർമിസ് വാട്ടൊക്കെ ചേർന്ന് തള്ളി അങ്ങ് എലിഞ്ഞില്ലാതാവും. അപ്പോഴതിന്റെ ജോലി ആരേറ്റെടുക്കും? സെക്കൻഡറി ഫ്ലോയ് ഏറ്റെടുത്തോളൂ. മനസ്സിലായല്ലോ? The activity will be taken by the secondary flow. മനസ്സിലായല്ലോ? ഒരു കാര്യം, ഈ ക്യാമ്പർ റിങ്ങിന്റെ എല്ലാ ഭാഗത്തു നിന്ന് അകത്തേക്ക് സെക്കൻഡറി സൈലവും പുറത്തേക്ക് സെക്കൻഡ് ഫ്ലോയിലും ഉണ്ടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗത്തു നിന്ന് അകത്തോട്ട് പാരങ്കൈമാറ്റിക് ടിഷ്യൂ അകത്തോട്ട് പുറത്തോട്ട് ഇരിക്കുന്നുണ്ടാവും. ഈ ക്യാമ്പർ റിങ്ങിന്റെ എല്ലാ ഭാഗത്തു നിന്ന് അകത്തോട്ട് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും അകത്തേക്ക് പാരങ്കൈമാറ്റിക് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുകയാണ് സെക്കൻഡറി മെഡുലറി റേ. സെക്കൻഡറി മെഡുലറി റേ. ഈ സെക്കൻഡറി മെഡുലറി റേ എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? അത് സെക്കൻഡറി സൈലത്തിന്റെ അടുത്തേക്ക് ഉണ്ടാകും, സെക്കൻഡറി ഫ്ലോയിന്റെ അടുത്തേക്ക് ഉണ്ടാകും. സെക്കൻഡറി മെഡുലറി റേ at certain places from the cambial ring, new parenchymatous tissue will produce towards a secondary xylem and secondary phloem, and that is called the secondary medullary ray. ഒന്നുകൂടെ the cambial ring is meristematic in nature. It produces new xylem towards the inner region, so that the primary xylem is get displaced towards the center. The new xylem is called secondary xylem. It do not have metaxylem, protoxylem differentiation. Similarly, the cambial produces more phloem towards outside called secondary phloem, and primary phloem get displaced towards the peripheral region and become functionless. The function is now taken by the secondary xylem and the secondary phloem. Another point, at certain points in the cambial ring, new parenchymatous cells will be produced towards the secondary xylem and secondary phloem region. It is called the secondary medullary ray. ആദ്യമേ മെഡുലറി ഉണ്ടായിരുന്ന ഭാഗത്താണ് ഉണ്ടാകുന്നത്, സെക്കൻഡറി മെഡുലറി എന്ന് വിളിക്കുന്നത്. ഈ ക്യാമ്പർ റിങ്ങിനകത്ത് രണ്ട് തരം ടിഷ്യൂസ് ഉണ്ട്. ഫ്യൂസിഫോം ഇനീഷ്യൽ എന്നും റേ ഇനീഷ്യൽ എന്നൊക്കെ പറയും. ഈ ഫ്യൂസിഫോം ഇനീഷ്യൽ നിന്നാണ് ഈ സെക്കൻഡറി സൈലം സെക്കൻഡറി ഫ്ലോയം ഉണ്ടാകുന്നത്. റേ ഇനീഷ്യലിൽ നിന്നാണ് മെഡുലറി റേസ് ഉണ്ടാകുന്നത്. അത് പഠിക്കാനില്ല എന്നൊക്കെ പറയും. ഇനി നിങ്ങൾ എഴുതി നോക്കിയേ, ക്യാമ്പിയർ റിങ് ഇതാണ്. ഇന്ന് കൂടുതൽ സെക്കൻഡറി സൈലകത്തേക്ക് കുറച്ച് സെക്കൻഡ് ഫ്ലോയിലും പുറത്തേക്ക് ഉണ്ടാകുന്നുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്റെ ചോദ്യം ചോദിക്കാം, വിച്ച് സൈഡ് ഓഫ് ദ ക്യാമ്പിയർ റിങ് ഈസ് മോർ ആക്റ്റീവ്? ഇന്നർ സൈഡ് ഓർ ഔട്ട്സൈഡ് സൈഡ്? വിച്ച് സൈഡ് ഓഫ് ദ ക്യാമ്പിയർ റിങ് ഈസ് മോർ ആക്റ്റീവ്? ഇന്നർ സൈഡ് ഓർ ഔട്ടർ സൈഡ്? നോക്കൂ, കൂടുതൽ സെക്കൻഡ് സൈഡും കുറച്ച് സെക്കൻഡ് ഫ്ലോ ഉണ്ട്. അപ്പൊ ഏത് സൈഡാണ് കൂടുതൽ ആക്റ്റീവ്? ഇന്നർ സൈഡ് ഈസ് മോർ ആക്റ്റീവ്. എന്റെ ചോദിക്കും വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. എന്താണ്? The inner side of the cambial ring is more active than outer side. Why? What's the proof? Because more secondary xylem is produced towards the inner region. ഇതിങ്ങനെ തുറന്നു പോകുന്നതിന് ഫലമായിട്ട് ഇവിടെ ഇങ്ങനെ പുതിയ പുതിയ സെൽസ് ഉണ്ടാവും അല്ലേ? ഇത്ര മനസ്സിലായല്ലോ? ഇത് പലവണ്ണം വിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഒരുമാതിരിപ്പെട്ടവർക്ക് മനസ്സിലാകാതെ പോയി പലവണ്ണം റിപ്പീറ്റ് ചെയ്ത് ഇന്നത്തെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് പറഞ്ഞത്. ഇനി ഇവിടെ ഇങ്ങനെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാവുകയാണ് അല്ലെ? പുതിയ സെല്ലുണ്ടാകുമ്പോൾ ഈ ഭാവം എന്ത് ചെയ്യും? വണ്ണം വെച്ച് പുതിയ സെൽസ് ഉണ്ടാകുന്ന വണ്ണം വയ്ക്കത്തില്ലേ? നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചാൽ അതിനകത്ത് വീണ്ടും ബുക്കുകൾ അടുക്കി വെക്കുമ്പോൾ അതിന്റെ പൊക്കം കൂടി എടുത്തില്ലേ? ഇതേപോലെ ഇവിടെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാവണം. ഇവിടെ വണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് പുറത്തേക്ക് വികസിക്കുമ്പോൾ അത് താങ്ങാനാകാതിന്റെ എപ്പിഡെർമിസ് എല്ലാം അങ്ങിങ്ങായിട്ട് കൊടുക്കും. Now the epidermis break. എപ്പിഡെർമിസ് അവിടെ എവിടെയായിട്ട് പൊട്ടത്തിൽ. നിങ്ങൾ നോക്കൂ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു ബലൂൺ എടുത്തിട്ട് കുറച്ച് വീർപ്പിക്കും. ഒരു ബലൂൺ എടുത്ത് കുറച്ച് വീർപ്പിച്ചു, എന്നിട്ട് അതിന് ചുറ്റും നിങ്ങൾ അരിമാവ് കലക്കി ഇങ്ങനെ തേച്ച്, അരിമാവ് കലക്കി തേച്ച് ഉണക്കി വെച്ചു. അടുത്ത ദിവസത്ത് വീണ്ടും ബലൂൺ വീർപ്പിക്കുകയാണെങ്കിൽ ഈ ബലൂൺ വീർക്കുന്നതനുസരിച്ച് അതിന്റെ പുറത്തുള്ള അരിമാവിന്റെ അരിമാവിന്റെ കവർ പൊട്ടിയടക്കത്തില്ല. ഫെവിക്കോൾ വെച്ചാലും പൊട്ടി പറത്തില്ല. ഇതേപോലെ അകത്തുനിന്ന് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടായി ഇവിടെ നമ്മൾ വീർക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിന്റെ അകത്തുനിന്നുള്ള തള്ളിന് വേണ്ടി എപ്പിഡെർമിസ് എല്ലാം അങ്ങിങ്ങായിട്ട് പൊട്ടി.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡറി ഇപ്പൊ നടക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിക്നിങ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി പറയാം. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ ടിഷ്യൂ ഇൻസൈഡ് ദ സ്റ്റീലാർ റീജിയൻ എപ്പിഡെർമിസ് റപ്ചേഴ്സ്, എപ്പിഡെർമിസ് പൊട്ടിപ്പോകും. കാരണം അകത്തുനിന്ന് പുതിയ പുതിയ സെൽസ് വരുമ്പോഴത്തേക്കും പുറത്ത് പൊട്ടലുണ്ടാവും. അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി തിക്നിങ് നടക്കും. അതെങ്ങനെ നടക്കാമെന്ന് പറയുന്നത് അതാണ് സ്റ്റീലിന് പുറത്തുള്ള സെക്കൻഡറി തിക്നിങ് അഥവാ എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി തിക്നിങ്. ഞാൻ ഈ പടം ഇങ്ങോട്ടൊന്ന് മാറ്റി വരിക, ഇതൊന്ന് മാറ്റിയാൽ പോകും. അതല്ലെങ്കിൽ വരച്ചെടുത്തിട്ട് ഡൗമിയായിരിക്കും. ഞാൻ ഇതുപോലെ മാറ്റി വരയ്ക്കാൻ പോവാണ്. ക്യാമ്പിയം റിങ്, അതിൽ നിന്ന് അകത്തേക്ക് ഉണ്ടായിട്ടുള്ള സെക്കൻഡറി സൈലം, ഇത് പ്രൈമറി സൈലം നേരത്തെ വന്നിരുന്ന് നശിച്ചൊക്കെ പോയതാണ്. ഇത് പുറത്തേക്കുണ്ടായ സെക്കൻഡറി ഫ്ലോയം, അതിൽ നിന്ന് ഇത് പുറത്തേക്കുണ്ടായ സെക്കൻഡറി ഫ്ലോയം. ഞാൻ ലേബൽ ചെയ്തില്ല, നിങ്ങൾ ലേബൽ ചെയ്തോ. ഇത് ആദ്യം ഉണ്ടായിരുന്ന പ്രൈമറി ഫ്ലോയം, ഇത് പുറത്തേക്ക് ഇരിപ്പുണ്ട്. അപ്പോഴുണ്ടായിരുന്ന എൻഡോഡെർമിസ് ആണിത്. ഇത് കോർട്ടക്സ് ആണ്. എപ്പിഡെർമിസ് അങ്ങിങ്ങായി പൊട്ടി. അതാ ഞാൻ പറഞ്ഞു, എപ്പിഡെർമിസ് അങ്ങിങ്ങായി പൊട്ടി. ഈ റീജിയൻ എന്താണ്? കോർട്ടക്സ് ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇതെന്താണ്? എൻഡോഡെർമിസ് ആണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ഇങ്ങനെ ഈ ഭാഗമൊക്കെ പൊട്ടുമ്പോഴേക്കും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യമുള്ളതുകൊണ്ട് ഈ കോർട്ടക്സ് ഉള്ള ഒരു വരി കോശം മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറുന്നു. A layer of cells in the cortex become meristematic. Okay. But due to the stellar secondary beginning, epidermis break. Now a layer of cells from the cortex become meristematic. എന്ന് പറയും കോർട്ടക്സ് ടിഷ്യൂ ഏതാണ്? പാരങ്കീമ. പാരങ്കീമ മെരിസ്റ്റമാറ്റിക് മാറുമ്പോൾ അതെന്താണ്? സെക്കൻഡറി മെരിസ്റ്റമാണ്. അതിന് പേരാണ് കോർക്ക് ക്യാമ്പിയം. മറ്റു പേരുണ്ട്. ഇസ് കാൾഡ് ഫെല്ലോജൻ. കോർക്ക് ക്യാമ്പിയം അഥവാ ഫെല്ലോജൻ. ഇതേപോലെ തന്നെ ഇയാൾക്ക് പുതിയ പുതിയ സെല്ല് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അല്ലെ. ഇറ്റ് പ്രൊഡ്യൂസസ് ന്യൂ ലിവിംഗ് സെൽ ടുവേർഡ്സ് ഇൻസൈഡ്. ഇതെന്ത് ചെയ്യുമോ? അകത്തേക്ക് പുതിയ ലിവിംഗ് സെല്ലിനെ ഉണ്ടാകും. ഇറ്റ് പ്രൊഡ്യൂസസ് ന്യൂ ലിവിംഗ് സെൽസ് ടുവേർഡ്സ് ഔട്ട്സൈഡ്, ഇൻസൈഡ്. ഈ കോർക്ക് ക്യാമ്പിയം അകത്തേക്ക് ഇങ്ങനെ പുതിയ ലിവിംഗ് സെല്ലിനെ ഉണ്ടാകും. ഇറ്റ് ഈസ് കാൾഡ് സെക്കൻഡറി കോർട്ടക്സ് അഥവാ ഫെല്ലോഡേം. ഇസ് കാൾഡ് സെക്കൻഡറി കോർട്ടക്സ് അഥവാ ഫെല്ലോഡേം. ആരാ ഉണ്ടാക്കിയത്? ഇപ്പൊ ഉണ്ടായ കോർക്ക് ക്യാമ്പിയം അകത്തേക്ക് പുതിയ പുതിയ പാരങ്കൈമസ് ലിവിംഗ് സെൽസിനെ ഉണ്ടാകും. ഇതേ സമയം അത് പുറത്തേക്ക് ടിഷ്യൂ ഉണ്ടാകും. പക്ഷെ പുറത്തേക്ക് ഉണ്ടാകുന്ന ടിഷ്യൂ പാരങ്കൈമയാണെങ്കിലും അല്പം കഴിയുമ്പോൾ അത് നശിച്ചു പോകും, ഡെഡ് ടിഷ്യൂ ആയി. ആ പുറത്തേക്കുണ്ടായ ഡെഡ് ടിഷ്യൂ അതിന്റെ വിളിക്കുന്നത് അതാണ് പുറത്തേക്കുള്ള ഡെഡ് ടിഷ്യൂ ആണത്. It produces new dead tissue towards outside. Dead ആയിട്ട് ടിഷ്യൂ ഉണ്ടാവില്ല എന്ന് തന്നെ അറിയാം. ആദ്യം ലിവിംഗ് ആയിരിക്കും, പിന്നെ ഡെഡ് ആയി പോവാണ്. അങ്ങനെ പുറത്തേക്കുണ്ടായ ഡെഡ് ടിഷ്യൂന്റെ പേരാണ് കോർക്ക് അഥവാ ഫെല്ലം. ഇവിടെ 3 ടിഷ്യൂ ഞാൻ പരിചയപ്പെട്ടു. എന്തൊക്കെയാണ്? ഡ്യൂ ടു ദ സ്റ്റീലാർ സെക്കൻഡറി തിക്നിങ് എപ്പിഡെർമിസ് ബ്രേക്ക്. Now a layer of tissue in the cortex become meristematic. It is called cork cambium or fellogem. It produces new parenchymal cells towards inside called secondary cortex. It is called felloderm. And it produces dead cell towards outside called cork or fellum. ഈ മൂന്നിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരുണ്ട്. It is called periderm. ഈ മൂന്ന് പേരുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് periderm. So what is periderm? Periderm is outer protective layer produced due to extrastellar secondary thickening in the cortex. It contains 3 layers. അതൊക്കെയാണ് കോർക്ക് ക്യാമ്പിയം അഥവാ ഫെല്ലോജൻ, സെക്കൻഡറി കോർട്ടക്സ് അഥവാ ഫെല്ലോഡേം ആൻഡ് കോർക്ക് അഥവാ ഫെല്ലം. ഈ വാക്കുകൾ തമ്മിൽ തിരിഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇതുപോലെ പഠിച്ചോണം. എൻട്രൻസ് ഇതൊക്കെ ഇട്ട് തിരിച്ചു മറിഞ്ഞു ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ചോദിക്കും. കോർക്ക് ക്യാമ്പിയം അഥവാ ഫെല്ലോജൻ, സെക്കൻഡറി കോർട്ടക്സ് അഥവാ ഫെല്ലോഡേം ആൻഡ് കോർക്ക് ഇസ് കാൾഡ് ഫെല്ലം. ഏതാണ് മെരിസ്റ്റമാറ്റിക്? ഫെല്ലോജൻ. ഏതാണ് പാരങ്കൈമാറ്റിക് ആയിട്ടുള്ള ലിവിംഗ് ടിഷ്യൂ?
ഫെല്ലോഡേം. ഏതാണ് ഡെഡ് ടിഷ്യൂ? ഫെല്ലം അഥവാ കോർക്ക്. കോർക്ക് എന്ന് പറഞ്ഞാൽ ഫെല്ലം എന്നറിയിട്ടുള്ള സെല്ലിനകത്ത് ഒരു തിക്കനിങ് മെറ്റീരിയൽ കാണും. അതിന്റെ പേര് സൂബറിൻ എന്നാണ്. സൂബറിൻ. കോർക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന നോൺ ലിവിങ് സെല്ലിന്റെ മെറ്റീരിയലിന്റെ പേരാണ് സൂബറിൻ. ലിഗ്നിനുമല്ല, പെക്റ്റിനുമല്ല, സൂബറിൻ. അല്ല, ലിഗ്നിനും പെക്റ്റിനും അല്ല, പിന്നെ എന്താണ്? സൂബറിനാണ്. ഇനി ഒരു കാര്യം പറഞ്ഞു, ഈ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന ഈ കോർക്ക് ഉണ്ടാകുന്ന പ്രക്രിയ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, എല്ലാ കാലം തുറന്നുകൊണ്ടേയിരിക്കും. നോക്കൂ, ഇവിടെ ആദ്യം ഉണ്ടായ ഈ കോർക്കിന് അകത്തുനിന്ന് പുറത്ത് പുതിയ കോർക്കുകൾ ഉണ്ടാകുമ്പോൾ പുറത്തുള്ള കോർക്ക് പുറത്തേക്ക് പോയില്ലേ? ആദ്യം ഉണ്ടായ കോർക്കിനെ തള്ളിക്കൊണ്ടായിരിക്കും രണ്ടാമതുണ്ടായ കോർക്ക് വരുന്നല്ലേ? കുറെ കഴിയുമ്പോൾ ആദ്യം ഉണ്ടായ കോർക്ക് പുറത്തേക്ക് പൊട്ടിക്കീറി ഇളകി താഴെ വീഴും. കണ്ടിട്ടുണ്ടോ? പിന്നെ വരിക്കപ്ലാവിന്റെ ചുവട്ടിൽ ഇങ്ങനെ പാള പോലെ ഇളകി വീഴുന്നത്. പേരയ്ക്കകത്താണെങ്കിൽ ഇളകി ഇങ്ങനെ തൂങ്ങി പോകും. ന്യൂക്കാൽസിനകത്താണെങ്കിൽ ഇളകി ഇങ്ങനെ പാള പോലെ കിടക്കും. മാവിനകത്തേക്കാണെങ്കിൽ ഇങ്ങനെ വെട്ടിക്കീറിയിരിക്കും. അതിന്റെ പടം ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അതെന്താ? കാലം കഴിയുന്നതോടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. പഴയത് പുതിയ വരുന്ന പഴയത് പുറത്തേക്ക് കിട്ടുകയും അത് പൊഴിഞ്ഞ് താഴെ. അത് ഡെഡ് അല്ലേ? ഇല്ലേ? വെള്ളത്തെ പോയി കിടക്കത്തില്ലേ? ഇതൊക്കെ സാധാരണ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് മെറ്റീരിയലായിരിക്കും. മനസ്സിലായി? സോ ഈ കോർക്ക് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഈ ക്യൂർക്കസ് സുബർ എന്നൊരു ജിംനോസ്റ്റോം ഉണ്ട്. ക്യൂർക്കസ് സുബർ പഠിക്കാനില്ല. അതിൽ നിന്ന് ഈ കോർക്ക് എന്ന് പറയുന്ന ഭാഗം ഇളകി വീഴുമ്പോൾ 10 സെന്റിമീറ്റർ കണ്ടോടെ ഇളകി വീഴും. ഇങ്ങനെ കട്ടിക്കിളകി വീഴും. അതിൽ മുറിച്ചെടുത്തിട്ടാണ് കുപ്പിയുടെ അടപ്പുണ്ടാക്കുന്നത്. പണ്ടൊക്കെ കുപ്പിയുടെ അടപ്പിന് കോർക്കിട്ട് അടയ്ക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ എങ്ങനെ കാണാറില്ല. ഈ ശബരിമല തേങ്ങയൊക്കെ നിറയ്ക്കുമ്പോൾ അതിനകത്ത് നെയ്യ് ഒഴിച്ചതിനൊക്കെ അടയ്ക്കാനായിട്ട് കോർക്ക് കടയിൽ കിട്ടുമെന്ന് തോന്നും. പണ്ടൊക്കെ എല്ലാ കുപ്പിയും അടപ്പ് കോർക്കായിരുന്നു. കോർക്ക് കൊണ്ട് അടക്കുന്നത്. അത് പേര് തന്നെ കോർക്കെന്ന്. ക്യൂർക്കസ് സൂപ്പർ എന്ന ജിംനോസ്റ്റോമിൽ അത് എടുക്കുന്നത്. പഠിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് ഓർത്ത് വെച്ചാൽ എൻട്രൻസ് പഠിക്കുന്നതിന് ഓർത്ത് ക്യൂർക്കസ് സൂപ്പർ. ഇത് ജിംനോസ്റ്റോമ. ഇതിന്റെ കോർക്കിങ് നടന്നു കഴിയുമ്പോൾ കട്ടിക്ക് പാളയായിട്ട് നടന്നു വീഴും. ഏകദേശം ഇത്രയും കനത്തോടാണ് നടന്നു വീഴും. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് കുപ്പിയുടെ ഇത്രയും നിങ്ങൾ വരിക്കപ്ലാവിന്റെ അടിച്ചത് ചെറിയ കാലത്ത് നടന്നു വീഴും അല്ലേ? പിന്നെ ക്യൂർക്കസ് ജിംനോസ്റ്റോം ഇത്രയും കാലത്ത് നടന്നു വീഴും. പേരയ്ക്കാണെങ്കിൽ പാളി പോലെ നടന്നു വീഴും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? എക്സ്ട്രാ സ്റ്റീലാർ സെൽ. പരീക്ഷിക്കുന്ന പെരിഡോ ഫോർമേഷൻ എന്ത്? പരീക്ഷിക്കും പെരിഡോ ഫോർമേഷൻ എഴുതുക. അപ്പൊ ഇത്രയും എന്താണ്? വാട്ട് ആർ 3 layers ഓഫ് പെരിഡോ? പെരിഡോ ഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ പെരിഡോ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെരിഡോമിന്റെ ലേയേഴ്സിന്റെ പേരെന്ന് ചോദിച്ചാൽ തിരിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇതിങ്ങനെ ചെടിയുടെ ജീവിതകാലം മുഴുവൻ തുറന്നുകൊണ്ടേയിരിക്കും. ഈ ചെടിയുടെ ജീവിതകാലം മുഴുവൻ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഏറ്റവും പുറമെ കാണുന്നത് ഈ കോർക്കാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഇതാണ് എന്ത്? സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് സ്റ്റെപ്പ്. അപ്പൊ മാവും ലാവൊക്കെ വണ്ണം വെച്ച് വരത്തില്ലേ? ഈ പ്രക്രിയ ഉണ്ടാകും. ഇതിനകത്ത് ലാറ്ററൽ മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? ലാറ്ററൽ മെൻഷൻ 2 ഉണ്ട്. ഏതൊക്കെയാണ് എന്റെ ലാറ്ററൽ മെൻഷൻ? അതായത് കോർക്കിംഗ് ആംബിയം എന്ന് പറഞ്ഞാൽ ഇത് ലാറ്ററൽ മെൻഷനാണ്. അല്ല, കോർക്കി ആംബിയം എന്ന് പറഞ്ഞാൽ ഇത് ലാറ്ററൽ മെൻഷനാണ്. അതുപോലെ ക്യാമ്പിൽ ലിങ്ക് എന്ന് പറയുന്നത് ലാറ്ററൽ മെൻഷൻ അല്ലേ? ലാറ്ററൽ മെൻഷൻസ് ആണ്. ഒന്ന് വാസ്കുലർ ആംബിയം, മറ്റൊന്ന് കോർക്ക് ആംബിയം. ലാറ്ററൽ മെൻഷൻ. എന്താ ലാറ്ററൽ വശത്ത് കാണുന്നില്ല? ഇത് ഇങ്ങനെ കാണുന്നെങ്കിൽ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ തുടുപോലെ കാണത്തില്ല. ലാറ്ററൽ മെൻഷൻസ് ഇതൊക്കെ പുസ്തകത്തിലെ പടങ്ങൾ ഇതൊക്കെ നിങ്ങൾ വരച്ച് മനസ്സിലാക്കി വെക്കണം. എന്ത് പറഞ്ഞാൽ നമ്മളിപ്പോ സെക്കൻഡറി തിക്കനിങ് ഇൻ ഡൈക്കോട്ട് സ്റ്റെപ്പ് ഇതേപോലെ പഠിക്കാനുള്ള. നമ്മൾ നേരത്തെ പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയിട്ട് പഠിക്കാം. സ്റ്റഡി അബൌട്ട് സെക്കൻഡറി തിക്കനിങ് ഡൈക്കോട്ട് റൂട്ടിൽ എങ്ങനെയാണ്? റൂട്ട് 2 വണ്ണം വയ്ക്കും, മാവിന്റെ റൂട്ട് വണ്ണം വയ്ക്കും, പ്ലാവിന്റെ റൂട്ട് വണ്ണം വയ്ക്കും. അതെങ്ങനെ നടക്കും നോക്കാം. അപ്പൊ ഇതുപോലെ തന്നെയാണ് റൂട്ടിൽ എന്ന് പറയുന്നത്. റൂട്ടിന്റെ അനാറ്റമിക് ഘടനയും സ്റ്റെമ്മിന്റെ അനാറ്റമിക് ഘടനയും രണ്ടല്ലേ? അപ്പൊ അതിലേക്ക് പോകാം. ഇതെല്ലാം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്പം പുറമോട്ട് അടിച്ച് വീണ്ടും കണ്ടാൽ ഓക്കെ. വായിക്കാണ് സൂപ്പർ. അത് പഠിച്ചോ? റൂട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡൈക്കോട്ട് റൂട്ടാണ്, സ്റ്റെമ്മല്ല. സ്റ്റെമ്മ കഴിഞ്ഞു. അപ്പൊ റൂട്ടിന്റെ ഘടന നമുക്ക് നോക്കാം. അത് റൂട്ട് ഡൈക്കോട്ട് റൂട്ടിന്റെ ഈ ഭാഗം ഏകദേശം ഇങ്ങനെ ഒരേ കാര്യമായിരിക്കും. പിന്നെ അങ്ങോട്ട് വരുന്നത് മുന്നോട്ട് വരുമ്പോൾ വണ്ണം കൂടി വരുന്നു. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? ലാറ്ററൽ മെൻഷൻ ഇവിടെ. അപ്പൊ ഇതിന്റെ ഘടന അല്ല ഇങ്ങനെ ഘടന അല്ലെ? ഇതെങ്ങനെ ഇങ്ങനെ? ഇവിടെ ലാറ്ററൽ മെൻഷൻ ഉണ്ട്, ഇവിടെ ലാറ്ററൽ മെൻഷൻ ഇല്ല. ഇവിടെ വണ്ണം വയ്ക്കലൊക്കെ വന്നിട്ടുണ്ട്.
അതെങ്ങനെ നോക്കാം. ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കണം. ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണപ്പെടും. വലുതായിട്ട് വരയ്ക്കാം. എപ്പിഡെർമിസ്, എൻഡോഡെർമിസ്, എപ്പിഡെർമിസിനെ എപ്പിബ്ലമ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. റൂട്ട് ഹെയറൊക്കെ ഉണ്ട്. കോർട്ടക്സ് ഉണ്ടോ? ഉണ്ട്. സ്റ്റീൽ, ഇതാണ് സ്റ്റീൽ, സ്റ്റീൽ അല്ലെ. ഇത് എൻഡോഡെർമിസ്. ഇവിടെ ഒരു ലെയർ ഓഫ് സെൽസ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പെരിസൈക്കിൾ എന്ന് വിളിക്കും. പെരിസൈക്കിൾ മെരിസ്റ്റമാറ്റിക് ആകാൻ കഴിവുള്ള ഒരു ടിഷ്യൂ ആണ്. റൂട്ടിന്റെ പെരിസൈക്കിൾ ഇറ്റ് ക്യാൻ ബിക്കം മെരിസ്റ്റമാറ്റിക്. അതുകൊണ്ട് അതിനെ പെരികാമ്പിയം എന്ന് വിളിക്കാറുണ്ട്. പെരികാമ്പിയം. റൂട്ടിന്റെ പെരിസൈക്കിളിനെ പെരികാമ്പിയം എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇറ്റ് ക്യാൻ ബിക്കം മെരിസ്റ്റമാറ്റിക്. ഇനി അനാറ്റമിക് സ്ട്രക്ചർ വരച്ചു നോക്കാം. സൈലം ബണ്ടിൽസ് ലെസ് ദാൻ 6 ആണ്. ആംഗുലാർ സൈലമാണ്, ലെസ് ദാൻ 6 ആണ്. അങ്ങിങ്ങായിട്ട് ഫ്ലോയ ഉണ്ട്. ഫ്ലോയ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ റേഡിയൽ എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. ഇതിനകത്ത് കാമ്പിയം ഇല്ല. അത് പ്രത്യേകതയാണ്. അപ്പൊ എങ്ങനെ സെക്കൻഡ് നടക്കും? ഇത് ആദ്യം ഇതുപോലെ തന്നെ സ്റ്റീലിനകത്ത് സെക്കൻഡ് നടക്കും. പിന്നെ ഈ കോർട്ടക്സ് ഒരു സെക്കൻഡ് നടക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡ് ഡിഗ്രി. അങ്ങനെ ഒരു പേര് ഇല്ലാതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഈ കാമ്പിയൽ റിംഗിന് പകരമുള്ള വാസ്കുലാർ റിംഗ് എങ്ങനെ ഉണ്ടാവും? വാസ്കുലാർ റിംഗ് ഉണ്ടെങ്കിൽ തിക്കിങ് നടക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. ആദ്യം ഈ സെൽസിന് വരുന്നതാണ് പിത്ത് അല്ലെങ്കിൽ മെഡുല. ഇതിനെന്ത് വിളിക്കുന്നത്? മെഡുലർ റേ എന്ന് വിളിക്കില്ല, പകരം കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്നാണ് വിളിക്കുന്നത്. റൂട്ടിന്റെ മെഡുലർ റേ കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. എന്റെ കാര്യം ഞാൻ പല പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പിലാണെങ്കിൽ വാസ്കുലാർ ബണ്ടിൽ ഇടയിലൂടെ പോകുന്നത്. പക്ഷെ ഇവിടെ വാസ്കുലാർ ബണ്ടില്ല. സൈലം ബണ്ടിൽ ഫ്ലോയ ബണ്ടിൽ വെവ്വേറെ. അതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അതിന് വേറെ പേരെ വിളിക്കുന്നത് കൺജങ്ക്റ്റീവ് ടിഷ്യൂ. ആദ്യം എന്ത് സംഭവിക്കുള്ളൂ? സം സെൽസ്, സം പാരങ്ക്, ഇതെല്ലാം പാരങ്കേമയാണ്. സം പാരങ്കേമ ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ബിക്കം മെരിസ്റ്റമാറ്റിക്. കണ്ടോ? ഇങ്ങനെ മെരിസ്റ്റമാറ്റിക് ആയി മാറും. സം സെൽസ് ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ബിക്കം മെരിസ്റ്റമാറ്റിക്. അത് ഈ ക്രസന്റ് ഷേപ്പ് എന്ന് പറയുന്നത്. ക്രസന്റ് ഞാൻ എല്ലാ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ക്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സ്റ്റാർ ചന്ദ്രക്കല പോലെ ക്രസന്റ് ടിഷ്യൂ എന്നാണ് വിളിക്കുന്നത്. ക്രസന്റ് ഷേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രോട്ടോസൈറ്റിൽ ഇരിക്കുന്ന ഈ ഭാഗത്തുള്ള പെരിസൈക്കിളും മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറുന്നു. പ്രോട്ടോസൈറ്റിൽ നേരെ ഇരിക്കുന്ന പെരിസൈക്കിളും മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറും. ഒന്നാം ഘട്ടം എന്തോ സം സെൽസ് ഇൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം ബിക്കം മെരിസ്റ്റമാറ്റിക്. ആൾസോ സം പെരിസൈക്കിൾ സെൽസ് നിയർ ദ പ്രോട്ടോസൈലം ബിക്കം മെരിസ്റ്റമാറ്റിക്. അത് മെരിസ്റ്റമാറ്റിക്. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ രണ്ടാമത്തെ മാറ്റി വരിക. അടുത്ത ഘട്ടത്തിൽ സമയമായിരിക്കും. അപ്പൊ ഈ പടം എനിക്ക് വീണ്ടും ഒന്നും വരയ്ക്കേണ്ടി വരികയാണ്. ഓക്കെ, ഞാൻ വരച്ചോ. അപ്പോ എപ്പിബ്ലമ, റൂട്ട് ഹെയർ, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിന്നെ സൈലം, ഫ്ലോയം. ഇത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതാ ഇതിനാണ് മാറ്റി വരച്ചോളൂ. അടുത്ത ഘട്ടത്തിൽ നടക്കുന്നതെന്ന് പറയാനാണ്. ഇവ തമ്മിൽ ഈ പുതിയ സെല്ലുകളെല്ലാം മെരിസ്റ്റമാറ്റിക് കൂട്ടിമുട്ടുന്നുണ്ട്. ഇത് കൂട്ടിമുട്ടി, ഇതുമായിട്ട് കൂട്ടിമുട്ടി, ഇതുമായിട്ട് കൂട്ടിമുട്ടി, ഇതുമായിട്ട് കൂട്ടിമുട്ടി. Well, the parenchymal cell which is silent and phloem become meristematic and they join together form a wavy ring. വളഞ്ഞ ഒരു റിംഗ് അല്ലേ, കംപ്ലീറ്റ് റിംഗ് അല്ല, അത് വളഞ്ഞ ഒരു റിംഗ്, വേവ് ആയിട്ടില്ല. ദിസ് കാർഡ് വേവി റിംഗ് ഓഫ് കാമ്പിയം. വേവ് എന്ന് വെച്ചാൽ എന്താണ്? തിരമാല. ദിസ് കാർഡ് വേവി റിംഗ് ഓഫ് വാസ്കുലാർ കാമ്പിയം.
ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന മനസ്സിലായല്ലോ. ഇത് ഇങ്ങോട്ട് വളർന്ന് ഇവിടെ കൂട്ടിമുട്ടി, ഇത് ഇങ്ങോട്ട് വളർന്ന് ഇവിടെ കൂട്ടിമുട്ടി, ഇത് ഇങ്ങോട്ട് വളർന്ന് കൂട്ടിമുട്ടി, ഇങ്ങനെ കൂട്ടിമുട്ടി. Now the meristematic issue is a ring, but it is just like a wave. It is called a wavy ring of cambium. നമ്മൾ പറയും വേവി റിംഗ് ഓഫ് ക്യാമ്പിയം അകത്തെന്നാണ് പുറത്തെന്നാണ്. അകത്ത് സൈലവും പുറത്ത് ഫ്ലോയും അല്ലേ? അകത്ത് സൈലവും പുറത്ത് ഫ്ലോയും. ശരിയാണല്ലോ. ഇനി സംഭവിക്കുന്നതൊക്കെയാണ്. ഇനി ഇത് തന്നെ വരയ്ക്കുകയാണ്, മനസ്സിലാക്കണം. ഈ ഇവിടെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് കൂടുതൽ സെക്കൻഡ് സൈലം അകത്തേക്ക് ഉണ്ടാവും. ഇറ്റ് പ്രൊഡ്യൂസസ് മോർ സൈലം ടുവേർഡ്സ് ഇൻസൈഡ് ഫ്രം ദിസ് ടിഷ്യൂ, ദിസ് ഏരിയ. ഈ വളഞ്ഞ ഭാഗത്ത് കൂടുതലായിട്ട് സെക്കൻഡ് സെൽ അകത്തേക്ക് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് പുതിയ സെല്ല് അകത്തോട്ട് വിടുമ്പോൾ അതിന്റെ തള്ളലുണ്ട് ഈ ക്യാമ്പിയം ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ഭാഗം പുറത്തേക്ക് നീങ്ങി വരും. ഞാൻ മാറ്റി വരും. ഇങ്ങോട്ട് പുതിയ സെക്കൻഡ് സെൽ ഉണ്ടാവുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഇത് ക്യാമ്പിയം നിവർന്നു വരും. ഇതാണ് പ്രൈമറി സൈലം. ഇത് ഇവിടുന്ന് കൂടുതൽ സെക്കൻഡ് സെൽ അകത്തേക്ക് തള്ളും. അപ്പൊ ഇവിടെ പുറത്തോട്ട് തള്ളിയോ. ഇവിടെ ഇങ്ങോട്ട് പുതിയ ടിഷ്യൂ ഉണ്ടാവും, അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് ടിഷ്യൂ ഉണ്ടാവും, അങ്ങോട്ട് പോകും. അങ്ങോട്ട് ടിഷ്യൂ. നിങ്ങളിപ്പം ഈ റോക്കറ്റ് എങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോകുന്നത്? റോക്കറ്റ് മുകളിലേക്ക് പോകുന്നില്ല. ഇത് താഴോട്ട് ഒരുപാട് പോകാൻ ശക്തിയായിട്ട് താഴേക്ക് വിടും അല്ലെ? അതിന്റെ തള്ളലുകൊണ്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അതേപോലെ ഇവിടുന്ന് പുതിയ സെല്ലുകൾ അകത്തോട്ട് പോകുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് തള്ളി പുറത്തേക്ക് വന്ന് ഇറ്റ് ബിക്കം എ കംപ്ലീറ്റ് റിംഗ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറെ കഴിയുമ്പോഴത്തേക്ക് അതെന്താവും? ദിസ് റിംഗ് വിൽ ബിക്കം എ കംപ്ലീറ്റ്. ഈ കംപ്ലീറ്റ് റിംഗിന്റെ അകത്താരാണ്? അകത്ത് സൈലം. ഇവിടുന്നെല്ലാം പുതിയ സൈലം ഉണ്ടാക്കിയ ഫലമായിട്ട് ഇതൊരു പുതിയ കംപ്ലീറ്റ് റിംഗ് ആവും. പുറത്താരാണ്? പുറത്ത് ഫ്ലോയം. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഈ സെല്ല് പുതിയതായിട്ടുണ്ടായ സെക്കൻഡ് സെല്ലിന് തള്ളലുണ്ട്. ഇത് പുറത്തേക്ക് നീങ്ങി പോകും. ഇത് ഇങ്ങോട്ട് തള്ളി അങ്ങോട്ട് പോയി. ഇത് ഇങ്ങോട്ട് പുതിയ ടിഷ്യൂ ഉണ്ടായി അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് ടിഷ്യൂ ഉണ്ടായി ഇത് ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് ടിഷ്യൂ ഉണ്ടായി അങ്ങോട്ട് പോയി. ഫലത്തിൽ ഇത് കംപ്ലീറ്റ് റിംഗ് ആകുമ്പോൾ സൈലം അകത്ത് പുറത്ത് പോയതായി അല്ലേ? ഇനി ബാക്കിയെല്ലാം എളുപ്പമല്ലേ? other changes are similar to that of dipole system. ബാക്കിയെല്ലാം ശം പോലെയാണ്. ഇത് കണ്ട കാര്യമില്ലല്ലോ. അതായത് പുതിയ സെക്കൻഡ് സെല്ലുകൾ ഉണ്ടാവുന്നു ധാരാളമായിട്ട്. അതിപരമായിട്ട് പ്രൈമറി സൈലം അടുക്കോട്ട് പോയത് ഇല്ലാതാകുന്നു. പുറത്തേക്ക് കൂടുതൽ സെക്കൻഡ് ഫ്ലോയം ഉണ്ടാകുന്നു. അതിപരമായിട്ട് പ്രൈമറി ഫ്ലോയം പുറത്തേക്ക് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് സെക്കൻഡറി മിഡിലറി ഉണ്ടാവുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ഇവിടെ എപ്പിഡർമിസ് എപ്പിഡാവ് പൊട്ടുന്നു. അവിടെ ഒരു ലെയർ ഓഫ് ടിഷ്യൂ പെരിഡയം ഉണ്ടാവുന്നു. എല്ലാം സെയിം. പുസ്തകത്തിൽ ഒരു വരിയേ ഉള്ളൂ. ആൾ ചേഞ്ചസ് ആർ സിമിലർ ദാറ്റ് ഓഫ് ഡൈപോൾ സിസ്റ്റം. അപ്പൊ എങ്ങനെ ഈ റിംഗ് ഉണ്ടാവും മാത്രം പഠിച്ചാൽ ഒന്നുകൂടെ പറയാം. In root there is no cambium, but certain cells in between xylem and phloem just like become meristematic. Also some cell in the pericycle near the protoxylem become meristematic. അത് ഓർക്കണം. അതുകൊണ്ടാണ് pericycle pericambium എന്ന് വിളിച്ചത്. Now they fuse to form a ring of cambium called a wave ring of cambium. Now it produces more secondary xylem from the infolded region so that the ring will be pushed outward and become a complete ring. And this is called a cambial ring or vascular ring. അല്ലെങ്കിൽ വാസ്കുലാർ cambium. All other changes are similar to that of inwards inside, less secondary side inward, secondary flow inwards outside, and secondary medullary all to the region, and now produces peridot formation, etc. എല്ലാം അതുപോലെയല്ല. ഒരു വ്യത്യാസം ഇങ്ങനെ വേറെ വണ്ണം വെച്ച് this is how root also become different. മനസ്സിലായില്ല? സോ ദിസ് ഇസ് അനാറ്റമി. ഇത് രണ്ടും ഇതൊക്കെ വരച്ച് പഠിച്ചോണ്ടിരുന്നത്. ഇതൊക്കെ സ്റ്റിൽ അടിച്ചു നോക്കുക, വരയ്ക്കാൻ. ഇതൊക്കെ ലേബലാണ്, ഈസിയാണ് ലേബലാണ്. മെറ്റാസൈലം, പ്രോട്ടോസൈലം, ഫ്ലോയം, ദിസ് കാമ്പിയം, വേവ് അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്ഡ് മെരിസ്റ്റം. അങ്ങനെയാണ് എഴുതിക്കോളൂ. ക്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രകല എന്നാണ്. ക്രസന്റ് ഷേപ്ഡ് മെരിസ്റ്റം മെരിസ്റ്റമാണ്. എല്ലാം തന്നെ സെക്കൻഡറി മെരിസ്റ്റമാണ്. ജോയിൻ ചെയ്ത് വേവിങ് ക്യാമ്പിയം ഉണ്ടാകുന്നു. ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ പാടുന്നില്ലല്ലോ. പുസ്തകത്തിൽ ചെറിയൊരു വരകാരായിട്ട് കൊടുത്തിരിക്കുന്നത്. എത്ര വിശദം പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ഈ ക്യാമ്പിയം റിംഗ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഫുൾ റിംഗ് ആയി ആളുകൾ ചെയ്യിച്ചാൽ നമ്മൾ പരീക്ഷ ചോദിക്കുന്നത് പെരിഡോം എന്നാലത് പെരിഡോം ഫോർമേഷൻ നടക്കുന്നു. പെരിഡോമിന്റെ 3 ലേയേഴ്സ് അതെല്ലാം
അതിന്റെ മറ്റ് പേരുകൾ ഏതെല്ലാം, അതിൽ മെരിസ്റ്റമാറ്റിക് ഏത്, ഡെഡ് ഏത്, ഡെഡ് ആയ സെല്ലിനകത്ത് കാണപ്പെടുന്ന തിക്കനിങ് മെറ്റീരിയൽ പേരെന്താണ്, സൂബറിൻ. ഒരു ക്യാമ്പിൽ സൈഡാണ് മോർ ആക്റ്റീവ് എന്ന് വെച്ചാൽ ഇന്നർ സൈഡാണ്. ബിക്കോസ് മോർ സെക്കൻഡറി സെൽ ഇസ് പ്രൊഡ്യൂസ്ഡ് ടുവേർഡ്സ് ഇൻസൈഡ്, ലെസ് സെക്കൻഡറി ഫ്ലോ ടുവേർഡ്സ് ഔട്ട്സൈഡ്. വാട്ട് ഈസ് സെക്കൻഡറി മെഡുലറി റേ? From the cambium ring towards outside and inside, certain parenchymal cells are produced. It is called the secondary medullary. അത് എന്തിനാന്ന് വെച്ചാൽ ലാറ്ററൽ കണ്ടക്ഷൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇവിടെ പഠിക്കാൻ ദിസ് ഓൾ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. ഒരു ചെടിയുടെ ഗ്രോത്ത് എല്ലാ കാലവും ഒരേപോലെയാണോ? അല്ല, ഒരു ചെടിക്ക് എല്ലാം ചെടിക്ക് പല സീസൺ. ഒന്ന് ഉദാഹരണത്തിന് സ്പ്രിംഗ് സീസൺ, പിന്നെ അത് വിന്റർ സീസൺ. പൊതുവെ 2 സീസൺ നമുക്ക് കേരളത്തിൽ ഫീൽ ചെയ്യും അല്ലെ. ചെടിയുടെ ഗ്രോത്ത് കൂടുതൽ നടക്കാത്ത 2 സീസണാണ്. ഒന്ന് സ്പ്രിംഗ് സീസണും ഒന്ന് വിന്റർ സീസണും. നമുക്ക് നോക്കാം. ഒരു സ്പ്രിംഗ് സീസണിൽ ചെടി നിൽക്കുകയാണ്, നല്ല ഗ്രോത്താണ്. വിന്റർ സീസൺ ആകുമ്പോൾ ഗ്രോത്ത് അങ്ങ് നിന്നു. അപ്പോ ഈ സമയത്ത് ഇതിനകത്തുള്ള സെക്കൻഡറി സെല്ലിന്റെ പ്രൊട്ടക്ഷൻ വ്യത്യാസപ്പെട്ടില്ല. നമുക്കൊരു പടം വരച്ചു നോക്കാം. ഒരു ചെടിയുടെ പുറകിലുള്ള ചിത്രമാണ്. സ്റ്റെമ്മിന്റെ ഇങ്ങനെയാണ്. ഇത് ക്യാമ്പിയൻ റിംഗ്. ക്യാമ്പിയൻ റിംഗ് ആണ്. ഇത് പെരിഡം. നമ്മൾ നേരത്തെ പെരിഡമൊക്കെയാണ്. പെരിഡം പറയുന്നത് പെരിഡമാണ്. ഇത് പെരിഡം. 3 ലെയർ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇത് ക്യാമ്പിയൻ റിംഗ്. ഇത് അകത്തോട്ട് സെക്കൻഡറി സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പുറത്തേക്ക് സെക്കൻഡറി ഫ്ലോയത്തേക്ക്, സെക്കൻഡറി സ്ഥലത്ത് അകത്തേക്ക് ഉണ്ടാകും, സെക്കൻഡറി പുറത്തേക്ക്. ഈ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ഒരുപാട് ജലലോണം മുകളിലേക്ക് കൊണ്ടുപോകേണ്ടത്. നല്ല ഗ്രോത്ത് സീസൺ അല്ലേ. ആ സമയത്ത് ഉണ്ടായ സെക്കൻഡറി സ്ഥലത്തിന്റെ വെസൽസ് എല്ലാം വലുതായി, വലിയ വെസൽസ് ആയിട്ടുണ്ട്. കാരണം ഒരുപാട് ജലലോണം കൊണ്ടുപോകണം മുകളിലേക്ക്. ഒരുപാട് വെള്ളം കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നല്ല വലിയ വെസൽസ് ഉണ്ടാകും. അപ്പൊ ഈ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡറി സൈലത്തിന് ഉട്ടെന്ന് കൊടുക്കും. സെക്കൻഡറി സൈൽ ഉട്ടെന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സ്പ്രിംഗ് സമയത്ത് ഉണ്ടായ സെക്കൻഡറി സൈൽ മൊത്തത്തിൽ ഇറങ്ങിയാണ് വലിയ വെസൽസോട് കൂടിയായിരിക്കും. വലിയ വെസലായി. അപ്പോഴും അത് നമ്മൾ വിളിക്കാണ് സ്പ്രിംഗ് വുഡ്. സ്പ്രിംഗ് സീസൺ ഉണ്ടായ കുട്ടികളാണ് സ്പ്രിംഗ് വുഡ് അഥവാ എയർലി വുഡ്. What is spring wood or early wood? That is secondary xylem produced during spring season. In that season, plant has to carry more water and minerals, so the vessels will be very large. Spring സമയത്ത് ഉണ്ടാകുന്ന vessels വളരെ വലുതായി. So that is called spring wood അഥവാ early wood. Okay. ഇനി അപ്പോഴത്തെ സ്പ്രിംഗ് കഴിഞ്ഞ് വിന്റർ സീസൺ വന്നു. അപ്പോഴിവിടുന്ന് പുതിയ പുതിയ വെസൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതൊന്ന് അകത്തോട്ട് നീങ്ങിയതിനു ശേഷം മൂവ് ടുവേർഡ്സ് ഇൻസൈഡ്. കാരണം പുതിയ വെസൽസ് ഉണ്ടാവുമല്ലേ. അപ്പൊ ആദ്യം ഉണ്ടായത് അകത്തോട്ട് നീങ്ങുമല്ലോ. ഇവിടെ പുതിയ വെസൽസ് അത് ചെറുതായിരിക്കും. കാരണം എന്താ? അത് ഓട്ടം സീസണാണ്. പുതിയ വെസൽസ് ഉണ്ടാവും, അത് ചെറുതായിരിക്കും. കാരണം അത് ഓട്ടം സീസണാണ് അല്ലെങ്കിൽ വിന്റർ സീസണാണ്. ആ സമയത്ത് കുറച്ച് ജലവേണം മുകളിലേക്ക് കൊണ്ടുപോകേണ്ടത്. അത് വളരെ സ്ലോയിലുള്ള ഗ്രോത്തായിരിക്കും ഉണ്ടാകും. ചെറിയ വെസൽസ് ഉണ്ടാകും. സോ ഈ ചെറിയ വെസൽസ് ഉണ്ടായ ഈ വിന്റർ സീസൺ ഉണ്ടായിരുന്നതാണ് ഓട്ടം വുഡ് അഥവാ ലേറ്റ് വുഡ്. എയർലി വുഡും ലേറ്റ് വുഡും എന്താണ്? That is, during spring season, plant has to undergo high growth and carry more water, since the second xylem produced with the larger vessels. And at the autumn season or the winter season, the secondary xylem produced with the small vessels. That is called autumn wood or late wood. Spring wood, spring സമയത്ത് ഉണ്ടാകുന്നതിനെ സ്പ്രിംഗ് വുഡ് അഥവാ എയർലി വുഡ് എന്ന് വിളിക്കും. അത് വലിയ വെസലായിരിക്കും, ഇത് ചെറിയ വെസലായിരിക്കും. ഏതായിരിക്കും ലൈറ്റ് കളർ, ഏതായിരിക്കും ഡാർക്ക് കളർ? ഇത് ലൈറ്റ് കളറായിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ ലൈറ്റ് കളറായിരിക്കും, ഇത് ഡാർക്ക് കളറായിരിക്കും. ഓട്ടം വുഡ് വിൽ ബി ഡാർക്ക് കളർ ആൻഡ് സ്പ്രിംഗ് വുഡ് വിൽ ബി ലൈറ്റ് കളർ. ഇത് മനസ്സിലാക്കി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ തരാം. ഒരു ലോറി
ലോറി അങ്ങോട്ട് പോയി അതിന്റെ ബാക്ക് ഭാഗമായി ലോറി കടന്നു പോയി, നിറച്ച് പൈപ്പ് വെച്ചിരിക്കും അതിനകത്ത്. ഇതെല്ലാം പൈപ്പുകൾ കൊണ്ടുപോകണേ. പൈപ്പിന്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൽ ചെറിയ ചെറിയ പൈപ്പുകളുണ്ട്, വലിയ വലിയ പൈപ്പുകളുണ്ട്. ഇതെല്ലാം പൈപ്പിന്റെ അറ്റമാണ് നിങ്ങൾ കാണുന്നത്. പൈപ്പിന്റെ അറ്റമാണ് നിങ്ങൾ കാണുന്നത്. പോയി ലോറിയൊന്നും പോയി. നിങ്ങൾ ഇവിടുന്ന് നോക്കണം. നിങ്ങൾ പറ, ഇതില് ഏത് ഭാഗമായിരിക്കും ലൈറ്റ് കളർ, ഏത് ഭാഗം ഡാർക്ക് കളർ? സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ലൈറ്റ് കളറായിട്ട് തന്നെ ഫീൽ ചെയ്യും അല്ല. അതിനകത്ത് ഒരുപാട് വെളിച്ചം കയറുന്ന വലിയൊരു പൈപ്പാണ്. ഇവിടെ ചെറിയൊരു പൈപ്പായിട്ട് ഡാർക്ക് കളറായിട്ട് ഫീൽ ചെയ്യും. ശരിയല്ലേ? അത് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇത് വലിയ വെസൽസ് ആയതുകൊണ്ട് ലൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യും. ഇത് ചെറിയ വെസൽസ് ആയതുകൊണ്ട് ഡാർക്ക് കളറായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇതെല്ലാം ഓരോ റിംഗ് ആയിട്ടല്ലേ കാണുന്നത്. അപ്പൊ ഒരു വർഷം എത്ര സ്പ്രിംഗ് വുഡ് ഉണ്ടായി? ഒരു സ്പ്രിംഗ് വുഡ് ഒരു വർഷം ഉണ്ടായി അല്ലേ. അടുത്ത വർഷം വീണ്ടും എന്ത് വന്നു? സ്പ്രിംഗ് വുഡ് വന്നു, സ്പ്രിംഗ് സീസൺ വന്നു. അപ്പോഴെന്ത് ചെയ്യുന്നു? പുറത്തായിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് നീങ്ങും. എന്നിട്ട് ഇതേപോലെ വീണ്ടും ഉണ്ടാവും. വലിയ വെസൽസ് ഉണ്ടാവും, ഇടയ്ക്ക് ചെറിയ വെസൽസ് ഉണ്ടാവും. ഏത് സീസണിൽ? ഓട്ടം സീസൺ ആകുമ്പോൾ ചെറിയ വെസൽസ് ഉണ്ടാവും. ശരിയല്ലേ? അടുത്ത വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഓരോ വർഷവും ഒരു സ്പ്രിംഗ് വുഡ് ഒരു ഓട്ടം ഉണ്ട്, അടുത്ത വർഷം ഒരു സ്പ്രിംഗ് വുഡ് ഒരു ഓട്ടം ഉണ്ട് അല്ലേ. അപ്പൊ ഒരു വർഷത്തിൽ ഒരു സ്പ്രിംഗ് വുഡ് ഒരു ഓട്ടം വുഡ് ഉണ്ടാവും. അപ്പൊ ഒരു വർഷത്തിലുണ്ടായ ഓട്ടം വുഡ് അതുപോലെ ഒരു സ്പ്രിംഗ് വുഡ് ഇത് രണ്ടും ഒരു വലയമായിട്ട് നമുക്ക് ഒരു വട്ടം, കാരണം ഒരു നിറമായിരിക്കും. അടുത്ത വർഷം വീണ്ടും ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളർ, വീണ്ടും ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളർ. ഇങ്ങനെ ഒരു വർഷം ഉണ്ടായ ഒരു ഓട്ടം വുഡ് ഒരു ഓട്ടം വിളിക്കാണ് ആനുവൽ ഡ്രീം എന്ന് പറയുന്നത്. ഇതിൽ അഭ്യാസറിങ് ഒരേ നിറമാണെങ്കിൽ നമുക്ക് റിങ്ങായിട്ട് തോന്നത്തില്ല. ഒരു ലൈറ്റ് കളർ റിങ്, ഒരു ഡാർക്ക് കളർ റിങ്, വീണ്ടും ഒരു ലൈറ്റ് കളർ റിങ്, ഒരു ഡാർക്ക് കളർ റിങ്, വീണ്ടും ഒരു ലൈറ്റ് കളർ റിങ്, ഒരു ഡാർക്ക് കളർ റിങ്. ഇങ്ങനെ ഓരോ വർഷവും ഉണ്ടായിട്ടുള്ള ഈ ഒരു സെക്കൻഡറി സൈഡ് ഒരു റിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതിന് വിളിക്കുന്നവരാണ് ആനുവൽ റിങ്. സോ വാട്ട് ഈസ് ആൻ ആനുവൽ റിങ്? An annual ring composed of one spring wood and one autumn wood. Both are different color. Due to large size vessel produced in spring season, it will be light colored. Due to small vessels produced in the winter season, that is called autumn wood, it is called, it will be dark color. And this will appear as a ഒരു റിംഗ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളർ റിംഗ്, അടുത്ത ലൈറ്റ് കളർ ഒരു ഡാർക്ക് കളർ റിംഗ് അല്ലേ. സോ the secondary cycle produced in 1 year, including one autumn wood and one spring wood, will be called as an annual ring. അപ്പൊ ഇതിന്റെ ഒരു കാര്യം മനസ്സിലായി. ഒരു ചെടിയുടെ പഴക്കം എങ്ങനെ തീരുമാനിക്കാം? ആനുവൽ റിംഗ് നോക്കിയാൽ മതി. 10 ആനുവൽ റിംഗ് ഉണ്ടെങ്കിൽ മരത്തിന് 10 വർഷം പഴക്കമുണ്ട്, 10 വർഷം പഴക്കമുണ്ട് അല്ലേ. We can count the age of a tree by counting its annual ring. That method is called dendrochronology. It's called dendrochronology. Dendro സത്യത്തിൽ ഈ വാക്ക് പുസ്തകത്തില്ല, പണ്ടുണ്ടായിരുന്നു. ഡെൻഡ്രോക്രോണോളജി എന്ന് വെച്ചാൽ ഡെൻഡൈൻ, ബന്ധം, പല്ലെന്ന്. അതായത് ഈ പശുക്കളുടെയൊക്കെ പ്രായം തീരുമാനിക്കുന്നതിന്റെ പല്ലെണ്ണി നോക്കിയിട്ടാണ്. അങ്ങനെ പല്ലെണ്ണി നോക്കി പ്രായം തീരുമാനിക്കാം. മനുഷ്യർക്ക് അങ്ങനെയുണ്ട്. നിങ്ങൾ പോകും, ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ തലയോടിനകത്ത് എത്ര പല്ല് കാണും? 32 പല്ല് കാണും? ഒരിക്കലും 10 വയസ്സുള്ള കുട്ടിയുടെ തലയോടിനകത്ത് ചിലപ്പോൾ 20 പല്ല് കാണും. 25 വയസ്സൊക്കെ കഴിഞ്ഞാലേ ശരിക്കും 32 പല്ല് വരും. വിസ്ഡം ടീത്ത് എന്നൊരു ടീത്ത് ഇനി നിങ്ങൾ വിളിക്കും. ഒരു 18, 20 വയസ്സ്, 22 വയസ്സൊക്കെ ആകുമ്പോഴാണ് വിസ്ഡം ടീത്ത് വിളിക്കുന്നത്. 20 വയസ്സാകുമ്പോൾ വിളിക്കും. ഭയങ്കര തന്നെയായിരിക്കും. അവസാനത്ത് 4 പല്ല. ഇപ്പൊ നിങ്ങൾ ശരിക്കും പറയുമ്പോൾ 22 പല്ലാണ്. 32 പല്ല് നിങ്ങൾക്ക് ഒരു 22 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ പല്ലിന് നോക്കിയപ്പോൾ 18 പല്ല് കാണുന്ന ഒരു തലയോട് കിട്ടുവാണെങ്കിൽ അത് എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഏകദേശം ഒരു 10 വയസ്സായിരിക്കും. 20, 28 പല്ലൊക്കെ ഉള്ളത് ഏകദേശം 17 വയസ്സായിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ പല്ലിന്റെ നോക്കി പ്രായം തീരുമാനിക്കാൻ കഴിയും പശുക്കൾക്ക്. അവിടെയാണ് ഈ ഡെൻഡ്രോക്രോണോളജി എന്ന വാക്ക് വന്നത്. അത് പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. സത്യത്തിൽ ശരിയല്ല, അതൊന്നും പുസ്തകത്തിൽ വാക്കില്ല കേട്ടോ, അത് ഓർക്കണം. പക്ഷേ ഡെൻഡ്രോക്രോണോളജി. So you can find the age of a tree by counting the annual ring. അതിന്റെ ഒരു പടമൊക്കെ ഞാൻ ഇൻസിഡന്റ് കാണിക്കുന്ന ആനുവൽ റിങ്ങിന്റെ വളയങ്ങൾ കണ്ടിട്ടില്ലേ? ഈ തടിയൊക്കെ മുറിച്ച ആ മുട്ടത്തൊക്കെ നോക്കി വട്ടത്തിൽ കാണുന്നുണ്ട്. തടി മുറിച്ചത് പോയി കഴിഞ്ഞാൽ തടി വളയങ്ങൾ പോലെ കാണാം. So by counting the age of a tree, by counting the annual ring, we can find the age of a tree. It's called dendrochronology. ഇത് ഒരു പരിശോധിച്ചാണ്. How Rahul helped his father to find the age of a tree as he is a woodseller. ഒരു മരം കച്ചവടക്കാരനായ ഒരാളെ അയാളുടെ മകൻ രാഹുൽ എങ്ങനെയാണ് അതിന്റെ പ്രായം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഏർലി വുഡ്, സ്പ്രിംഗ് വുഡ്, ലേറ്റ് വുഡ്, ഓട്ടം വുഡ് ഇതെല്ലാം പഠിച്ചാണ്. പിന്നെ പലതാണ്. ഇനി
അടുത്തത് അപ്പോ മറ്റേ ഗുണികളുള്ളത് വായിക്കാതെ ആരോഗ്യങ്ങളെല്ലാം പഠിച്ചോ. ഈ ഒരു മരത്തിന്റെ തടി ഏറ്റവും പുറമേ കാണുന്നത് ഇത് ഞാൻ പറഞ്ഞ പേരിടാം. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡറി ഫ്ലോയം, സെക്കൻഡറി ഇത് ക്യാമ്പിയർ റിങ്, പിന്നെ അകത്തോട്ടെല്ലാം സെക്കൻഡറി സൈഡാണ്. ഇത് ക്യാമ്പിയർ റിങ്. സോ ഇത് സെക്കൻഡറി സൈഡ്, ഇത് സെക്കൻഡറി ഫ്ലോയം. ഇതാണ് സാർ ഞാൻ ഇതെല്ലാം സെക്കൻഡറി സൈഡാണ്. ഇതിന്റെ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡാണ്, റീജിയനാണ്. ഇതിലേതാണ് ആദ്യം ഉണ്ടായത്? എ ആണോ ബി ആണോ ആദ്യം ഉണ്ടായത്? ബി ആണ്. കാരണം ആദ്യം ഉണ്ടായത് അകത്തോട്ട് നീളുമല്ലേ. സോ ബി ഇസ് ദ ഓൾഡസ്റ്റ് സെക്കൻഡറി സൈഡ് അല്ലേ? ദിസ് ദ ഓൾഡസ്റ്റ് സെക്കൻഡറി സൈഡ്. ദിസ് കാൾഡ് ഹെർട്ട്വുഡ്. ഹെർട്ട്വുഡ് ഞാൻ പറഞ്ഞു സെക്കൻഡറി സൈഡ് വുഡ് എന്ന് വിളിക്കുന്നു. സോ oldest secondary cell is called heartwood. ഇത് എപ്പോ ഉണ്ടായതേ ഉള്ളൂ. It's called newly formed, is called sapwood. Newly formed secondary cell is called sapwood. Oldest secondary cell is called heartwood. Heartwood നമ്മൾ വേറെ പേരുണ്ട്. Is called alburnum. ഡ്യൂറാനൻ എന്ന് വിളിക്കുവേ. ഇല്ല പഠിച്ചോണം. alburnum ഡ്യൂറാനൻ എന്ന് വിളിക്കും. ഇത് പറയും നിങ്ങളൊരു തടിയാണ്. ഇവിടുത്തെ ഒരു വീട് വെക്കാൻ ഫർണിച്ചർ പണിയാൻ വേണ്ടി അല്ലെങ്കിൽ കഥവ് ചെല്ലം പണിയാൻ വേണ്ടി ഒരാൾ തടി തരും. ഒരാൾ 30 വർഷം പഴക്കമുള്ള തടിയുണ്ട്, ഒരാൾ 50 വർഷം പഴക്കമുള്ള തടിയുണ്ട്. ഏത് വേണം? നിങ്ങൾ ഏതെടുക്കും? 50 വർഷം. കാരണം പഴക്കം കൂടുന്നവർ അതിനകത്ത് ഇത് കൂടി വരും. ഇതിന്റെ ഭാഗത്തോട്ട് ഭാഗം കൂടി അല്ലേ? തടി ഏത് ഭാഗമാണ് ഫർണിച്ചർ എടുക്കുന്നത്? ഈ പുറം ഭാഗമാണ് അകത്തെ ഭാഗമാണ്. ഇതാണ് ഇതിന് കാതൽ എന്നല്ല വിളിക്കുന്നത്. ആ കാതൽ എന്നാണ് ഇതിനർത്ഥം. തടിയുടെ കാതൽ ആണ് കാതൽ. ഇതെന്താണ്? തടിയുടെ വെള്ള. വെള്ള വെട്ടിക്കളയുന്നില്ല, വെള്ള. സാപ്പോട്ടും ഹാർട്ട്വുഡ്. വാട്ട് ഈസ് ഹാർട്ട്വുഡ്? ഓൾഡസ്റ്റ് സെക്കൻഡറി സൈലം ഈസ് കാൾഡ് ഹാർട്ട്വുഡ് ആൻഡ് ന്യൂലി ഫോംഡ് സെക്കൻഡറി സൈലം ഈസ് കാൾഡ് സാപ്പോട്ട്. ഇതൊന്നും തിരിച്ചറിയും നിങ്ങൾ. ഹാർട്ട്വുഡ് എപ്പോഴും ഡാർക്ക് കളർ ആയിരിക്കും അല്ലെ? ഇത് വെളുത്ത കളറായിരിക്കും വെട്ടിക്കളർ. അപ്പൊ ഇതിന്റെ ക്യാരക്ടർ ഞാൻ പറയാം. ഈ ഹാർട്ട്വുഡ് വിൽ ബി ദി ഡാർക്ക് കളർ. ഡാർക്ക് കളറായി, ഡെഡ് ആയി, ഫുള്ളി ഡെഡ് ആയി, നോൺ ഫങ്ഷണൽ ആയി ആൻഡ് ഹാർഡായി. ഭയങ്കര ഹാർഡായി. നോൺ ഫങ്ഷൻ എന്ന് വെച്ചാൽ അതിലൂടെ ജലവിനോടൊന്നും പോകത്തില്ല. അതിന്റെ കാരണം സെക്കൻഡ് കാലത്തിനകത്ത് പഴക്കം കൂടുന്നതോറും ചില വസ്തുക്കൾ വന്ന് അടിഞ്ഞ് കൂടും. എന്നാൽ അടിഞ്ഞു സെക്കൻഡറി സൈലത്തിൽ വന്ന് അടിയുന്ന വസ്തുക്കളുടെ പേര് ഓയിൽ, റെസിൻസ്, ഗം, അരോമാറ്റിക് സബ്സ്റ്റൻസസ്. ഇതെല്ലാം ഒന്ന് അടിഞ്ഞു കൂടും. മൊത്തത്തിൽ പേര് വിളിക്കുന്നത് എക്സ്ട്രാക്റ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്. എക്സ്ട്രാക്റ്റീവ്സ് പഠിക്കാനില്ല, നിങ്ങൾ വിളിച്ചോളൂ. അപ്പോ ആഫ്റ്റർ സെക്കൻഡറി സൈലം ബിക്കം ഓൾഡർ, ഇറ്റ്സ് ക്യാവിറ്റി ഉണ്ടാവുമല്ലോ ജലമൊക്കെ വന്ന്. അതിനകത്ത് എന്തോന്ന് അടിക്കുന്നു? ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് സർട്ടൻ മെറ്റീരിയൽസ് ലൈക്ക് ഓയിൽ, റെസിൻ, ഗം, അരോമാറ്റിക് സബ്സ്റ്റൻസസ് എക്സെട്ര. ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് എക്സ്ട്രാക്റ്റീവ്സ്. അങ്ങനെ ഒരു പൈപ്പിൽ കൂടെ ജലം ഒഴുകിക്കൊണ്ടിരിക്കണം. അതിനകത്ത് മണ്ണെല്ലാം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പൈപ്പിൽ കൂടെ ജലം ഒഴുകുന്നത് നിൽക്കുകയും പൈപ്പിൽ ബലം കൂടുകയും കുറയും. ബലം കൂടും, ശരിയല്ലേ? പൈപ്പിൽ ബലം കൂടും. അതുപോലെ ഈ സെക്കൻഡറി സൈലത്തിനകത്ത് ഹാർട്ട്വുഡിനകത്ത് ഓരോ വസ്തു ഒന്ന് അടിഞ്ഞടിഞ്ഞ് കട്ടിയാവുന്നൂടെ ആവാം, നല്ല ഹാർഡാവും. അതിൽ കൂടെ ബാക്ടീരിയ ഒന്നും പോകത്തില്ല, ചെറുതൊന്നും കറക്കത്തില്ല, അങ്ങനെ നല്ല സ്ട്രോങ് ആയി കഴിയും. അതിന് നമ്മൾ കാതൽ എന്ന് വിളിക്കുന്നത്. അതല്ല നമ്മൾ ഫർണിച്ചർ വഴി എടുക്കുന്നല്ലേ? അടിയുണ്ടായ ഫർണിച്ചറൊക്കെ നൂറ്റാണ്ട് കഴിഞ്ഞാൽ നശിക്കാതിരിക്കുമല്ലോ. അതിന്റെ കാരണം ഇത്തരം വസ്തുക്കളൊന്നും അടിയുന്നത് കൊണ്ടാണ്. ഓൾഡ് സെക്കൻഡറി സൈൽ കാലത്ത് ഹാർട്ട്വുഡ് വിൽ ബി ഡെഡ് കളേർഡ്, അല്ല ഡാർക്ക് കളേർഡ്, ഡെഡ്, നോൺ ഫങ്ഷണൽ ആൻഡ് ഹാർട്ട്. അപ്പൊ ഈ വെള്ളം എന്തുമായിരിക്കും? അത് ലൈറ്റ് കളറായിരിക്കും, ലൈറ്റ് കളേർഡ്. ദെൻ ലിവിങ് ആയിരിക്കും. ലിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള സൈലം പാരങ്കീയമൊക്കെ അല്പം ലിവിങ് ആയിരിക്കും. ഫങ്ഷണൽ ആയിരിക്കും, കാരണം ജലം കടത്തി വിടണമല്ലോ. ഇത് ഫങ്ഷണൽ ആൻഡ് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ വേണമെങ്കിൽ എടുക്കാതെ വെട്ടിക്കളയത്തില്ല, വേറെ എടുക്കും അല്ലേ? സോ വെള്ളം. സോ പരിശീലിക്കും വാട്ട് ഈസ് ഹാർട്ട്വുഡ് ആൻഡ് സാപ്വുഡ്. Oldest secondary cell is ഹാർട്ട്വുഡ് and newly formed secondary cell is called sapwood.
Why older secondary xylem is so hard? Because so many substances like resin, gum, oil, aromatic substance, etc. deposit in the cavities of the xylem and it become hard. So that is extractives. ഈ ഓയിൽ, റെസിൻ, ഗം, അരോമാറ്റിക് സബ്സ്റ്റൻസ് മൊത്തത്തിലാണ് എക്സ്ട്രാക്റ്റീവ്സ്. ഈ ചന്ദനത്തിന്റെ തൈലം എടുക്കുന്നുണ്ട്. ചന്ദന തൈലം എവിടെ നിന്ന് എടുക്കുന്നത്? ഇലയിൽ നിന്നാണോ, പൂവിൽ നിന്നാണോ, കായിൽ നിന്നാണോ? തടിയിൽ നിന്നാണ്. തടിക്കകത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടിയ ഈ അരോമാറ്റിക് സബ്സ്റ്റൻസ് ആണ് ചന്ദന തൈലം. മനസ്സിലായല്ലോ? വീണ്ടും പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ഇനി വായിക്കാണ് എല്ലാം വരച്ചെടുത്തോണേ. പുസ്തകത്തിൽ ചോദ്യമുണ്ട്. ഒരു തടിയാണ്, പ്ലാവിന്റെ തടിയാണ്. ഒരു പ്ലാവിന്റെ ഉള്ളിലുള്ള ചേർന്നെന്ന് വെച്ചത് സപ്പോസ് പ്ലാവ്. സെക്കൻഡ് ഡിസൈൻ സെക്കൻഡ് ഫ്ലോയം. ഇത് പേരിടുക. ഇവിടെ മുതൽ ഈ നടുക്ക് വരെയുള്ള ടിഷ്യൂസ് ഓർഡർ തെറ്റാതെ എഴുതാമോ എന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്നിങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ മുതൽ ഇങ്ങോട്ട് നടുക്കോട്ട് വരുന്ന ടിഷ്യൂസിന്റെ പേര് തെറ്റാതെ എഴുതാമോ? ഞാൻ പറയുന്നത് ഏറ്റവും പറഞ്ഞുള്ളത് കോർക്ക്. പേരെന്താണ്? മറ്റു പേരുണ്ടോ? പെല്ല. അത് കഴിഞ്ഞാൽ കോർക്ക് ക്യാമ്പിയം ആണോ? അത് കഴിഞ്ഞാൽ സെക്കൻഡറി കോർട്ടക്സ്. അത് കഴിഞ്ഞ് പ്രൈമറി കോർട്ടക്സ് അവിടെ ഉണ്ടെങ്കിൽ കാണും. അതൊക്കെ ഇച്ചിരി പേരിനകത്ത് അവിടെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ എൻഡോഡെർമിസ്. അത് കഴിഞ്ഞാൽ പെരിസൈക്കിൾ. അത് കഴിഞ്ഞാൽ പ്രൈമറി ഫ്ലോയം. അത് കഴിഞ്ഞാൽ കോർക്ക് ക്യാമ്പിയം. സെക്കൻഡറി ഫ്ലോയം. അത് കഴിഞ്ഞാൽ വാസ്കുലാർ ക്യാമ്പിയം. അത് കഴിഞ്ഞാൽ സെക്കൻഡറി സൈലം. പിന്നെ പ്രൈമറി സൈലം. പിന്നെ പിത്ത് ഉണ്ടെങ്കിൽ അതുവരെ. ഇതൊന്നും നശിച്ചിട്ടില്ല, നശിച്ചു പോയിട്ടില്ല എന്ന കോൺസെപ്റ്റ് ഞാൻ ഇതെല്ലാം പറയും. ശരിയല്ലേ? ഏറ്റവും വലിയ കോർക്ക് ക്യാമ്പിയം, സെക്കൻഡറി കോർട്ടക്സ്, പ്രൈമറി കോർട്ടക്സ് ഉണ്ടെങ്കിൽ ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ടെങ്കിലുണ്ട്, പെരിസൈക്കിൾ ഉണ്ടെങ്കിലുണ്ട്, പ്രൈമറി ഫ്ലോയം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്, സെക്കൻഡറി ഫ്ലോയം കാണും, വാസ്കുലാർ ക്യാമ്പിയം കാണും, സെക്കൻഡറി സൈലം കാണും, പ്രൈമറി സൈലം ചിലത് നശിച്ചുകൊണ്ടിരിക്കും, പിത്തൊക്കെ നശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഉണ്ടെങ്കിൽ ഇതാണ് ഓർഡർ. ശരിയല്ലേ? എൻട്രൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ തിരിച്ചെടുത്തിട്ട് ഒരു വരാവുന്ന ഓപ്ഷൻ ഏതാണ്? അപ്പൊ ഈ ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ തിരിച്ചു കൊടുത്താൽ എഴുതാൻ കഴിയും. പ്രൈമറി സൈലം എടുത്ത് തിരിച്ചു മറിച്ചു, സെക്കൻഡറി സൈലം തിരിച്ചു മറിച്ചു. മനസ്സിലായില്ലേ? അതൊന്ന് പഠിച്ചാൽ എൻട്രൻസ് പഠിച്ചാൽ മതി. ബോർഡ് എക്സാം ചോദിക്കില്ല. പുസ്തകത്തിൽ വരി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പറയാമോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഉത്തരവ്. ഇനി ഞാൻ വായിക്കുകയാണ്. ആവശ്യക്കാരെ എഴുതിത്തോണേ. അപ്പോ പ്ലാവിന്റെ തടിയാണ്. പ്ലാവിന്റെ തടി പ്ലാവിന് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളൊരു പിച്ചാത്തി കൊണ്ട് ഒറ്റ വെട്ട് ഇങ്ങനെ വെട്ടി, ഇങ്ങനെ വെട്ടി, ഇങ്ങനെ വെട്ടി, എന്നിട്ട് ഇത്ര ഭാഗം ഇളക്കി ഇങ്ങനെ ഇളക്കിയെടുക്കും. ഇത്ര ഭാഗം ഇളക്കിയെടുക്കും. അപ്പൊ ഒരു കുഴി, ഇത്ര ഭാഗത്തെ സ്കിൻ നിങ്ങളിങ്ങനെ ഇളക്കിയെടുക്കും. ഓക്കെ, എവിടെ ഇളക്കിയെടുത്തത്? അതായത് ഇത് ക്യാമ്പിയൽ റിംഗ് ഇവിടെ ഉണ്ട്, ക്യാമ്പിയൽ റിംഗ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇളക്കിയെടുത്ത ഭാഗത്ത് ഏറ്റവും പുറമെ ഉള്ളിലോട്ടുള്ള ഭാഗത്തേക്ക് ആയിരിക്കും സെക്കൻഡറി ഫ്ലോയം മുതൽ പുറത്തേക്കുള്ള എല്ലാ ഭാഗവും. സെക്കൻഡറി ഫ്ലോയം മുതൽ പുറത്തേക്കുള്ള എല്ലാ ഭാഗവും, അതായത് സെക്കൻഡറി ഫ്ലോയം, പ്രൈമറി ഫ്ലോയം ഉണ്ടെങ്കിൽ, കോർട്ടക്സ് ഉണ്ടെങ്കിൽ, എൻഡോഡെർമിസ് ഉണ്ടെങ്കിൽ, സെക്കൻഡറി ഫ്ലോയം മുതൽ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനും പുറത്തേക്ക് വരുന്ന പേരാണ് ബാർക്ക് എന്ന് വിളിക്കും. ബാർക്ക്, കോർക്കല്ല. സോ വാട്ട് ഈസ് ബാർക്ക് എന്ന് പരീക്ഷ ചോദിച്ചപ്പോൾ ബാർക്ക് എന്ന് വെച്ചാൽ പട്ടി ഇങ്ങനെ കുരയ്ക്കുന്നതിനെ ബാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ബാർക്ക് ഇസ് ആൾ ദ റീജിയൻ
ഔട്ടർ ടു കോർക്കിക് ആംബിയന്റ് ഇൻക്ലൂഡിംഗ് സെക്കൻഡറി ഫ്ലോയം. അത്രേ ഉള്ളൂ. കോർക്കിക് ആംബിയന്റ് മുതൽ പുറത്തേക്കുള്ള എല്ലാ ഭാഗത്തും ചേർത്ത് വിളിക്കുകയാണ് ബാർക്ക്. നിങ്ങൾ അതിനിപ്പം ഈ പട്ട എന്ന് പറയും, നിങ്ങൾ ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് പ്ലാവിന്റെ പുറത്ത് 2 തട്ട് വെട്ടിച്ച് അതിൽ വെട്ടിയെടുത്ത് ഒരു പട്ട കളയത്തില്ലേ, പട്ട, വേപ്പും പട്ട, മുരിങ്ങപ്പട്ട, നാൽപ്പാമര പട്ട എന്ന് കേട്ടിട്ടുണ്ട്. അത്തിമരം, ഇത്തിമരം, അരയാല്, പേരാല്, ഇതിന്റെ 4ന്റെയും കൂടെ ഈ പട്ട വിളക്കി എടുക്കുന്നതാണ് നാൽപ്പാമര പട്ട എന്ന് പറയും. നിങ്ങൾക്ക് അറിയാമോ അറിഞ്ഞൂടാ. ഈ നാട്ടുപ്രദേശ സ്ത്രീകളൊക്കെ പ്രസവിച്ചതിന് ശേഷം അവർ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെള്ളമുണ്ട്, വേദു വെള്ളം എന്ന് പറയും. അതുണ്ടാകുന്ന നാൽപ്പാമര പട്ടയൊക്കെയാണ്. ഏതൊക്കെയാണ് മരം? അത്തി, ഇത്തി, അരയാല്, പേരാല്. ഇതൊന്നും പുസ്തകത്തുള്ളവരെ പറഞ്ഞു നിൽക്കും. അതിന്റെ പട്ട തന്നെ തൊലി നടത്തുക. അപ്പൊ ഇതാണ് പട്ട. നിങ്ങൾ പട്ട എന്ന് വെട്ടിയെടുക്കുമ്പോൾ പ്ലാവിന് ഒരു തൊലി വെട്ടിയെടുക്കും. ഇതെല്ലാം ഇതുപോലെ ചെയ്യും. ഇതിലാണ്ട് ഇറ്റ് ഇൻക്ലൂഡ് സെക്കൻഡറി ഫ്ലോയം വിത്ത് ആൾ അതർ റീജിയൻ ഇൻക്ലൂഡിംഗ് പെരിഡോം. പെരിഡോം എല്ലാം, അതായത് കോർക്കിക് ആംബിയന്റിന് ശേഷം പുറത്തേക്കുള്ള എല്ലാ ഭാഗത്തും ചേർത്തുള്ളവരാണ് ബാർക്ക്. അതന്നെ അതൊരു സീസണിന്റെ ആദ്യം ഉണ്ടായി നമ്മൾ എയർലി ബാർക്ക് എന്ന് വിളിക്കും. എയർലി ബാർക്ക് അഥവാ ഹാർഡ് ബാർക്ക്. അതുപോലെ സീസണിന്റെ അവസാനം ഉണ്ടാവുകയാണെങ്കിൽ ലേറ്റ് ബാർക്ക് അഥവാ സോഫ്റ്റ് ബാർക്ക്. ബാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന early season is called early bark അഥവാ ഹാർഡ് ബാർക്ക്. ആൻഡ് ബാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡ് ഓഫ് എ സീസൺ. ഇപ്പൊ ഗ്രോത്ത് സീസൺ ഉദ്ദേശിക്കുന്നു. സീസണിന്റെ അവസാനം ഉണ്ടായ ബാർക്കിനെ ലേറ്റ് ബാർക്ക് അഥവാ സോഫ്റ്റ് ബാർക്ക് എന്ന് പറയും. പുസ്തകത്തിലുണ്ട്, അത് പഠിച്ചു. ബാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ഈസ് ബാർക്ക്? ബാർക്ക് ഈസ് ദ ആൾട്ടർ റീജിയൻ ഔട്ടർ ടു കോർക്കിക് ആംബിയന്റ് ഇൻക്ലൂഡിംഗ് സെക്കൻഡറി ഫ്ലോയം. പിന്നെ സെക്കൻഡ് സ്റ്റെം ശരിയല്ലേ? ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഒരു സ്റ്റെമ്മിന്റെ കുറിച്ചുള്ള ചേർ ലാമിനെയാന്ന് വെച്ചോളൂ. അവരുടെ 2 ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നേരത്തെ ഇത് പ്രൈമറി സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ പുറമെ അതിന്റെ എപ്പിഡെർമിസ് ആയിരുന്നു. എപ്പിഡെർമിസ് സ്റ്റൊമാറ്റയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അകത്തോട്ട് വായു കിടക്കാനൊക്കെ സ്റ്റൊമാറ്റയെ സഹായിക്കും. പക്ഷെ ഇപ്പൊ ഇതിന് ഏറ്റവും പുറമെ ഇരിക്കുന്നത് എന്താണ്? ഇറ്റ് കമ്പോസ്റ്റ് ഓഫ് കോർക്ക്. ഡെഡ് ടിഷ്യൂ ആയ കോർക്ക് കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. കോർക്ക് കൊണ്ട് പൊതിഞ്ഞാൽ അകത്തിരിക്കുന്ന സെല്ലിനൊക്കെ എങ്ങനെ ശ്വസിക്കാൻ കഴിയും? ഇവിടൊക്കെ പാരങ്കേമാരുടെ സെൽസ് ആയിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ ശ്വസിക്കാൻ കഴിയും? ശ്വസിക്കണ്ടേ? നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു മരത്തെ ഒരു വെള്ളത്തിനകത്ത് ഇത്രയും ലെവൽ വരെ വെള്ളത്തിൽ താന്നിരുന്നാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കാര്യം ഇവിടെ മൂക്ക് അല്ലേ? മരത്തിനകത്തുള്ള മൂക്ക് എവിടെയാണ്? അതിന് സൈഡിൽ പുറമെ എല്ലാം ഉണ്ട്. റൂട്ടിലാണെങ്കിൽ ഡിഫ്യൂഷൻ വഴി കയറിക്കോളും, സ്റ്റൊമാറ്റ ഇല്ല. പക്ഷെ സ്റ്റെമ്മിലും ലീഫിലെല്ലാം സ്റ്റൊമാറ്റ ഉണ്ട്. അതേപോലെയാണ് വായു അകത്തോട്ട് ഇടയ്ക്ക് ജലാംശം പുറത്തേക്കുകയും ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പിഡെർമിസിൽ വരെ ഇപ്പൊ പോർക്കാണ്. പോർക്ക് ഡെഡ് ടിഷ്യൂ ആണ്. ഇറ്റ് ഈസ് മേഡ് ഓഫ് സൂബറിൻ. സൂബറിന് ഇംപെർവിയസ് ടു വാട്ടർ. വെള്ളമൊന്നും കടത്തി വിടത്തില്ല. ഡെഡ് മെറ്റീരിയലാണ്. അങ്ങനെ എന്ത് സംഭവിക്കും? അകത്തുള്ള പാരങ്കേമിൽ ശ്വസിക്കാനൊക്കെ അത് വരും. അതുകൊണ്ട് ഈ കോർക്കിന്റെ ഈ പെരിഡോമിന്റെ ചില ഭാഗങ്ങളുള്ള കോർക്ക് ക്യാമ്പിലുണ്ടല്ലോ, അത് അകത്തേക്ക് പാരങ്കേമിൻ, പുറത്തേക്ക് ഡെഡ് ടിഷ്യൂ ഉണ്ടാകുന്നത്. അങ്ങനെ പുറത്തേക്ക് ഡെഡ് ടിഷ്യൂ ഉണ്ടാകുന്നത് ചില ഭാഗത്ത് ലിവിംഗ് സെൽസിനെ ഉണ്ടാകും. To produce living cells towards outside. പുറത്തേക്ക് ഡെഡ് സെല്ലായ കോർക്കാണല്ലോ ഉണ്ടാകേണ്ടത്. പക്ഷെ ചിലയിടത്ത് പുറത്തേക്ക് ലിവിംഗ് സെല്ലിനെ ഉണ്ടാകും. അങ്ങനെയുള്ള സെല്ലുകൾ ഒരു ലെൻസ് പോലെ ഭൂമിയിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലെൻറ്റി സെൽസ്. ലെൻറ്റി സെൽസ്. What are lenti cells? They are certain lens-shaped projection found in the peridome where cork cambium produces living cell towards outside. It is appear this like a lens. അതിന്റെ ഒരു വലിയ പടം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കോർക്ക് ക്യാമ്പിയം. അകത്തേക്ക് സെക്കൻഡറി കോർട്ടക്സ്, പുറത്തേക്ക് കോർക്ക്. പക്ഷെ കോർക്ക് ഉണ്ടാകുന്ന ചില ഭാഗത്തല്ല ഇങ്ങനെ പൊങ്ങി. ഇവിടെ എല്ലാം ചില ലിവിംഗ് പാരങ്കേമിന്റെ സെൽസ് ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡെഡ് ടിഷ്യൂ അല്ലേ? പക്ഷെ ഇവിടെ മാത്രം, ഇവിടെ ലിവിംഗ് സെൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ പുറത്തേക്ക് ലിവിംഗ് സെൽ തന്നെ ഉണ്ടാകും ചില ഭാഗം, എല്ലായിടത്തും ഇല്ല. ഇതിനാണ് ലെൻറ്റി സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ ലിവിംഗ് സെല്ലിന്റെ പാരങ്കേമ സെൽസിനെ നമ്മൾ കോംപ്ലിമെന്ററി ടിഷ്യൂ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഈ കോർക്ക് ക്യാമ്പിയം എന്ന് പറയുന്ന പാരങ്കേമാറ്റസ് മെരിസ്റ്റമ ടിഷ്യൂ അകത്തേക്ക് പാരങ്കേമ സെൽസ് ഉണ്ടാക്കും. അതിനാണ് സെക്കൻഡറി കോർട്ടക്സ് എന്ന് വിളിക്കുന്നത്. പുറത്തേക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? കോർക്ക് എന്ന് പറഞ്ഞ ഡെഡ് സെല്ലാണ്. അങ്ങനെ കോർക്ക് എന്ന ഡെഡ് സെല്ലാകുമ്പോൾ മൊത്തത്തിൽ ഈ ശരീരം പൊതിഞ്ഞിരിക്കുമ്പോൾ അകത്തുള്ള സെൽസിന് ശ്വസിക്കാനൊക്കാതെ വരുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ ഈ കോർക്ക് ക്യാമ്പിയം അകത്തേക്കും പുറത്തേക്കും ലിവിംഗ് സെൽസിനെ ഉണ്ടാക്കും.
അപ്പോൾ ലിവിങ് സെൽസ് പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ പൊട്ടി ഒരു ഓപ്പണിംഗ് പോലെ ആവുകയും അതിനകത്തൂടെ വായു അകത്തോട്ട് അടയ്ക്കുകയും ചെയ്യും, ജലാംശം പുറത്തെടുക്കുകയും ചെയ്യും. വിശ്വസിക്കാൻ കഴിയും. സോ ദേ ആർ ദ ഓപ്പണിംഗ് ത്രൂ വിച്ച് ട്രാൻസ്ഫർ ഓഫ് എയർ അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് എലോങ് വിത്ത് ട്രാൻസ്പിറേഷൻ ഈസ് പോസിബിൾ. അത്തരം ഓപ്പണിംഗിലേക്കാണ് ലെന്റിസെൽസ് ആൻഡ് ദ പാരൻകൈമൽ സെൽസ് ഇൻസൈഡ് ദ ലെന്റിസെൽ ഈസ് കാൾഡ് കോംപ്ലിമെന്ററി ടിഷ്യൂ. ഇതിന്റെ പടം ഞാൻ ഇൻസൈറ്റിൽ കാണിക്കുന്നുണ്ട്, അത് വരച്ച് പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ലേബൽ ചെയ്യാനെല്ലാം ചോദിക്കും. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഇന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ സമയത്ത് പറയുന്നത് പലവണ റിപ്പീറ്റ് ചെയ്ത് കാണണം. കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ദാറ്റ്സ് അബൌട്ട് ദ ചാപ്റ്റർ. ദിസ് എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനകത്ത് കൂടുതൽ പറയാം. പലവണ നിർത്തി പലവണ കണ്ടു. ഓക്കെ, ബൈ.